പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബെഥേൽ AG ദൈവസഭ ഒരുക്കുന്ന WMC മീറ്റിങ്ങിൻ്റെ ഈ പകൽക്കാലം കുടുംബമായി നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കിയ മഹാഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബെഥേൽ AG സഭയെ ആത്മീയമായി മുൻപോട്ട് നയിക്കുവാൻ ദൈവം നിയോഗിച്ചാക്കിയ പ്രിയ കത്രിദാസൻ പാസ്റ്റർ MA വർഗീസ്, പ്രിയ കത്രിദാസി ചിന്നമ്മ ആൻറ്റിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ UP LPFൻ്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന പ്രിയ മേഴ്സി ആൻറ്റിക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പദവികൾ ഇന്ന് പകൽക്കാലം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, ഇവിടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാർ, പ്രിയ സഹോദരന്മാർ, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ ജിജി, തൻ്റെ കുടുംബം, പാസ്റ്റർ ജസ്റ്റിൻ ഇവിടെ ആയിരിക്കുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഇത് നമുക്ക് ദൈവം വേർതിരിച്ചു തന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് വാസ്തവമായി ദൈവം നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. പ്രിയ കത്രിദാസി സൂചിപ്പിച്ചതുപോലെ നാം ആരും പൂർണ്ണരല്ല. നാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ കർത്താവ് നിർത്തില്ല, നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഗുണപ്പെടാത്തത് കൊണ്ടാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ വെച്ചിരിക്കണേ. അതുകൊണ്ട് ഇന്നു പകൽ എനിക്ക് വേണ്ടി ദൈവം ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വരും. ദൈവം എന്നോട് സംസാരിക്കും. എന്നെ കേൾപ്പിക്കേണ്ടത് ദൈവം ഇന്ന് പകൽ എന്നെ കേൾപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ വിജയമി ആൻറ്റി ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം ഓർത്തു, കർത്താവേ, എത്രയോ സ്റ്റേജുകളിൽ അല്ലെങ്കിൽ എവിടെല്ലാം പോയി കാര്യങ്ങൾ പഠിക്കുവാനും ആൾക്കാരുമായി സംസാരിക്കുവാനും ഇടപെടുവാനും ഒക്കെയുള്ള ജ്ഞാനവും പദവികളും സാഹചര്യങ്ങളും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എന്നാൽ തന്നെയും ഒരനുഭവ സാക്ഷ്യത്തെ കണ്ണിക്കുവാൻ മറ്റൊരുത്തനും കഴിയത്തില്ല. തൻ്റെ ഹൃദയം തകർന്ന അല്ലെങ്കിൽ ദൈവം ഇടപെട്ട അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരി അധികമായി പോയെന്ന് നമുക്ക് തോന്നിയാലും അതിനകത്തു നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പ്രിയദാസിയുടെ വാക്കിൽ നിന്ന് കേട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാനായിട്ടിടയായി. അങ്ങനെയെങ്കിൽ നീ വീണ് കിടക്കേണ്ട വ്യക്തിയല്ല, നീ ചാടി എഴുന്നേൽക്കേണ്ട വ്യക്തിയാ. അതൊന്നും നിനക്ക് ഇന്ന് വരെയും ദൈവം അനുവദിച്ചിട്ടില്ല. നിന്നെ ജയോത്സവമായി ഇന്നും ഈ മണ്ണിൽ നിർത്തിയ ദൈവ സ്നേഹത്തെ ഓർത്തു സ്തുതിക്കുവാൻ ഒരു പകൽ കൂടെ ദൈവം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: സ്നേഹിതൻ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, സ്നേഹിതൻ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, തേടി വന്ന ദിവ്യ സ്നേഹം വന്നിച്ചിടുവാനസാധ്യം, തേടി വന്ന ദിവ്യ സ്നേഹം വന്നിച്ചിടുവാനസാധ്യം. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ, പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പ്രൈസ് ദി ലോർഡ്.
കർത്താവ് തന്ന ദാനമാണ് നമ്മുടെ ജീവിതം. അതിനകത്ത് എത്ര കഷ്ടമുണ്ടെങ്കിലും എത്ര നഷ്ടമാണെങ്കിലും എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും ചില നന്മകൾ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നടപ്പിലാകും വരെ ചില പണികളിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും കൊണ്ടു നടക്കുവാനായിട്ടിടയാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ അധിക സമയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവചനത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അർഹിക്കാത്ത ഒരു പദവിയിലാണ് ഇന്ന് പകല് പ്രത്യേകിച്ച് ദൈവദാസൻ നേതൃത്വം കൊടുക്കുന്ന ആത്മീയമായി മുൻപോട്ട് നയിക്കുന്ന ഈ സഭയുടെ നടുവിൽ വന്നു നിൽക്കുവാൻ സർവശക്തനൊരുക്കി ഈ ഭാഗ്യം ഒരു മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് തന്നെ ദൈവം കത്തിച്ചു തന്ന, അല്ലെങ്കിൽ ദൈവം എന്നെ പ്രേരിപ്പിച്ച, ദൈവം എന്നെ നിയോഗിച്ചാക്കിയ ദൈവവചനം സംസാരിച്ച് ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉത്തമ ഗീതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. പ്രൈസ് ഗോഡ്. അധികം ആരും സംസാരിക്കാത്ത, എന്നാൽ സംസാരിച്ചാൽ പോലും അതിനകത്തു നിന്ന് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കടന്നു പോകുന്ന ചില വ്യക്തികൾ, ഹല്ലേലൂയ, ചില ചിന്തകൾ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് പകൽ പണ്ഡിതന്മാർ ഈ ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ അത് വായിക്കുന്നവരോട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടപെടുന്നു. കാരണം അതിലെ സാഹിത്യങ്ങൾ, അതിലെ വാക്കുകൾ വളരെ സൗന്ദര്യത്തിൽ കടഞ്ഞെടുത്തവയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് യഹൂദന്മാർ ഹെബ്രായ ഭാഷയിൽ ഈ പുസ്തകത്തെ ഷിർ ഹശീരീം അല്ലെങ്കിൽ ഗീതങ്ങളുടെ ഗീതം എന്ന് ഉത്തമ ഗീതത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം നമ്മൾ പഠിക്കുവാൻ പ്രവേശിക്കുമ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ മനസ്സിലാക്കി വേണം നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയാകുന്നത്. ഇതില് പ്രധാനമായി പുസ്തകത്തിൽ ഒരു നായികയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നായിക സ്ഥാനം വേറെ ആദ്യമല്ല, നായികയുടെ സ്ഥാനം അഭിനയിക്കുന്ന ഒരാളെ ഉള്ളൂ. അത് ഹല്ലേലൂയ ശലോമിയ, ശൂലേം കരുത്തിയ. ഇതിനകത്തൊരു നായിക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ അതിനകത്ത് ചേരേണ്ട ഒരാളുണ്ട്, ഒരു നായകൻ ഇതിനകത്ത് വന്നു ചേരുവാൻ ഇടയാകും. ഉത്തമഗീതത്തിന്റെ നായിക ശൂലേം കരുത്തിയാണെങ്കിൽ ഉത്തമഗീതത്തിന്റെ നായകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ശലോമോനല്ല, അത് ഇടയ ചെറുക്കനാ. പ്രൈസ് ഗോഡ്. ഉത്തമഗീതത്തിൽ നായകനെയും കൊണ്ടും നായികയും കൊണ്ടും ഈ പുസ്തകം അവസാനിക്കുന്നില്ല. ഇതിനകത്ത് വില്ലൻ റോൾ അഭിനയിക്കുന്ന ഒരാളുണ്ട്, അത് ശലോമോൻ രാജാവാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, മറ്റ് കഥാപാത്രങ്ങൾ, ശൂലേം കാരുത്തിയുടെ സഹോദരന്മാരെ കാണുവാൻ ഈ പുസ്തകത്തിൽ കഴിയുന്നുണ്ട്. ജെറുസലേം പുത്രിമാരെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ പുസ്തകം എഴുതിയത് ശലോമോൻ രാജാവാണെന്ന് പറയപ്പെടുവാൻ ഇടയാകുന്നു. ഈ പുസ്തകത്തിലെ സംഭവം നടക്കുമ്പോൾ ശലോമോൻ രാജാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നുവെന്ന് അഞ്ജലി പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവവചനം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വായിക്കാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം, അതിന്റെ 6-ാം അധ്യായം 8-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി വായിക്കും. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ, മതി. എന്നാൽ ശലോമോന്റെ മൊത്തം ഭാര്യമാരുടെ കണക്ക് ഇതല്ല. മൊത്തം ഭാര്യമാരുടെ കണക്ക് മനസ്സിലാകണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായി. തന്റെ ജീവിതകാലത്തെ മുഴുവൻ ഭാര്യമാരുടെയും വെപ്പാട്ടിമാരുടെയും കണക്കാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ ഇടയായത്. എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ ശലോമോൻ രാജാവിന് 60 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ജീവിതകാലത്തെ മൊത്തം ഭാര്യമാരുടെ കണക്ക് 60-ഉം 70-ഉം അല്ല, 1000 ആയിരുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഏകദേശം ഒരു അറിവിന് വേണ്ടിയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു വെക്കുവാൻ ഇടയായത്. നമുക്കറിയാം, ഈ പുസ്തകം നമ്മൾ പഠിക്കുവാൻ, ഇതിന്റെ ആലോചനകൾ ഏറ്റെടുക്കുവാൻ മുൻപോട്ട് പോകുമ്പോൾ 5-6 കഥകൾ ഇതിനകത്തുണ്ടെങ്കിൽ തന്നെയും എല്ലാ 5-6 പശ്ചാത്തലങ്ങൾ വിവരിക്കുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരു കഥ, ഒരു പശ്ചാത്തലം മാത്രം പറഞ്ഞു ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ടാണ് ഇന്ന് വക ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നത്. ശലോമോൻ രാജാവ് വർഷത്തില് 2-3 പ്രാവശ്യം പ്രൗഢഗംഭീരമായ ഒരു എഴുന്നള്ളത്ത് തന്റെ രാജ്യത്ത് നടത്തുന്ന ഒരു പതിവുണ്ട്.
പതിവുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ശലോമോൻ രാജാവിന്റെ എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ ഒരു സാധാ എഴുന്നള്ളത്തല്ല. ഒരു രാജാവ് എപ്രകാരമാണോ ഒരു എഴുന്നള്ളത്ത് നടത്തുന്നത്, തന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഒത്തവണ്ണമുള്ള അത്ര ഗംഭീരമായ ഒരു എഴുന്നള്ളത്ത് തന്റെ രാജ്യത്ത് നടത്തുമ്പോൾ, പ്രൈസ് ഗോഡ്, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എന്റെ കൂട്ടത്തിൽ മുൻപോട്ട് വരുവാൻ ഇടയാകണം. ഈ എഴുന്നള്ളത്ത് കാണുവാൻ ആ നാട്ടിലെ കന്യകമാർ മുഴുവൻ ഒരുങ്ങി ഈ എഴുന്നള്ളത്തിൽ കടന്നു വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാർ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാ സിസ്റ്റർ അവിടെ കന്യകമാരെ മാത്രം എടുത്തു പറയാൻ ഇടയായത്? ഞങ്ങളെ ശലോമോൻ ഇഷ്ടമല്ലയോ? അയ്യോ സഹോദരന്മാരെ, ഇതിന്റെ പിന്നില് ശലോമോൻ രാജാവിന്റെ ഉള്ളത്തിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. ഈ എഴുന്നള്ളത്തിൽ തന്നെ കാണാൻ വരുന്ന കന്യകമാരിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരുവളെ തന്റെ ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു നടപടി ശലോമോന്റെ എഴുന്നള്ളത്തിന്റെ പിന്നിലുണ്ടായിരുന്നു. പ്രൈസ് ഗോ. ഇതുള്ള കന്യകമാർക്ക് മുഴുവൻ അറിയാവുന്നത് കൊണ്ട് എത്രയും ഒരുങ്ങി വരാമോ അത്രയും ആർഭാടമായുള്ള രീതിയിലായിരുന്നു അന്ത്യത്തെ കന്യകമാരുടെ അവിടുത്തെ വരവും എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ ശലോമോൻ 60 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 61ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഒരു എഴുന്നള്ളത്താണ് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ഇപ്രകാരം നമ്മളെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയാണ് ശലോമോൻ ഈ എഴുന്നള്ളത്തിൽ തന്റെ രഥത്തിന് കെട്ടിയിരുന്നത്. കാരണം ലോകത്തില് ഏറ്റവും സ്പീഡ് കൂടിയ ശക്തിയേറിയ കുതിരകളാണ് ഈജിപ്തിലെ പെൺകുതിരകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ ഇസ്രായേലിലെ സകല കന്യകമാരും ഹല്ലേലൂയ ശലോമോനെ കാണുവാനായിട്ട് അവിടെ കടന്നു വരുവാൻ ഇടയായി. ആ യാത്രയ്ക്കൊടുവില് ശലോമോൻ ഒരു കന്യകയെ ഇഷ്ടപ്പെട്ടു. മറ്റാരുമല്ല, അത് ശൂലേംകാരുത്തി എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്. ശലോമോൻ രാജാവിന് ശൂലേംകാരുത്തിയെ ഇഷ്ടപ്പെട്ടു എന്ന് നിന്ന ജനവും വന്ന ജനവും കേട്ട ജനവും പണ്ഡിതന്മാരും മുഴുവൻ അറിയുവാൻ ഇടയായപ്പോൾ പണ്ഡിതന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശലോമോനെ നിനക്ക് എങ്ങനെ ഈ ശൂലേംകാരുത്തിയെ ഇഷ്ടമായി? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളും ആമക്കളും പെമ്മക്കളും ഒക്കെ ഉള്ളവരാ വീടിനകത്ത്. ചില ഇറക്കന്മാരെയൊക്കെ പോയി കണ്ടില്ല, ചില പെമ്പിള്ളാരെയൊക്കെ പോയി കണ്ടേച്ച് വരുമ്പോൾ അപ്പനും അമ്മയ്ക്കും പിടിച്ചില്ലെങ്കിൽ മുഖത്ത് നോക്കിയുടെ ഇറക്ക നിനക്ക് എങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടെ, എന്തോത്തിന് കൊള്ളാം ആ കൊച്ചിനെ കണ്ടാൽ. പ്രൈസലോ. അല്ലെങ്കിൽ പെമ്പിളാടി കടി കൊച്ചെ നീ എന്തോ നോക്കി അവൻ്റെ പുറകെ പോയത്, എന്തിന് കൊള്ളാം ഇതിനെ കണ്ട. എടി കണ്ടാ കൂടെ കൊണ്ടു നടക്കാൻ ഒരു ചേലെങ്കിലും വേണ്ടേ? പ്രൈസ് ഗോഡ്. നാം ചോദിക്കുന്ന അതേ ചോദ്യം ഇവിടെ പണ്ഡിതന്മാർ ചോദിക്കുകയാണ്, ശലോമോനെ നിനക്ക് എങ്ങനെ ഈ ശൂലേംകാരുത്തിയെ ഇഷ്ടപ്പെടുവാനിടയായി? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പണ്ഡിതന്മാരെ കൊണ്ടത് പറയിപ്പിക്കാൻ ശൂലേംകാരുത്തി വിട്ടില്ല. അവൾ എഴുന്നേറ്റ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞില്ല, നിങ്ങൾ ആരും എൻ്റെ കുറവ് വിളിച്ചു പറയേണ്ട, ഞാൻ എങ്ങനെയുള്ളവളെന്ന് ഞാൻ വിവരിച്ചു പറയാം. പ്രൈസലോ. നമുക്ക് വായിക്കാം ഉത്തമഗീതമതിന്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇപ്രകാരം വിളിച്ചു പറയുന്നു, യെരൂശലേം പുത്രിമാരെ, യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവളാകുന്ന രാമൻ പറയാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. ഇവിടെ ശൂലേംകാരുത്തി വിളിച്ചു പറയുക, അയ്യോ പണ്ഡിതന്മാരെ, നിങ്ങൾ പറയും മുമ്പേ ഞാൻ പറയാം, ഞാൻ കറുത്തവളാ, ഐ ആം ദ ബ്ലാക്ക്. Praise God. ഞാൻ കറുത്തവളെങ്കിലും ജെൻഡർ ഓഫ് കേദാർ, കേദാര്യ കൂടാരങ്ങളെ പോലെയും കർട്ടൻസ് ഫോർ സോളമൻ, സോളമന്റെ തിരശീലകളെ പോലെയും എന്റെ അകത്തൊരഴകുണ്ട്. ഇന്ന് പകല് ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിന്റെ പിന്നില്, നിന്നെ പുറത്തെടുത്തതിന്റെ പിന്നില്, നിന്നെ അവസാനിപ്പിക്കാതെ ഇന്നും ജീവനോടെ നിർത്തിയതിന്റെ പിന്നില് ഒരു ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എൻ്റെ പുറമേ കണ്ട വെളുപ്പോ, എൻ്റെ പഠിപ്പോ, എൻ്റെ കുടുംബ മഹിമയോ, എൻ്റെ കൂട്ടുകാരുടെ ചെയ്തികളോ ഒന്നുമല്ല ശലോമോൻ എന്നെ ഇഷ്ടപ്പെടുവാൻ ഇടയായത്. എൻ്റെ അകത്തൊരു തേജസ്സുണ്ട്, എൻ്റെ അകത്തൊരു വെളിപ്പാടുണ്ട്, എൻ്റെ അകത്ത് കത്തുന്ന ഒരു തീയുണ്ട്. ഇന്ന് പകല് ആ തീ നിന്റെ അകത്ത് വരട്ടെ. ജനാറികൾ വൈറ്റമന അധികാരം
അധികാരമുള്ള യേശുവിന്റെ നാമത്തില് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പ്രിയ സഹോദരിമാരെ, ഹല്ലേലൂയ. പുറമേയുള്ള സൗന്ദര്യം കുറവാണെന്ന് ഇന്നത്തെ ലോക ജനതയ്ക്ക് തോന്നിയിട്ടില്ല. ലോക ജനത എന്ന് പറയുവാൻ മാത്രം ഇന്ന് കഴിയില്ല. ആത്മീയ ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഹല്ലേലൂയ, മുഖത്തിന്റെ വെളുപ്പ് കുറവാണെന്ന് കാണുമ്പോ, കണ്ണിന്റെ കളറ് കുറവാണെന്ന് കാണുമ്പോ, ഹല്ലേലൂയ, പുരികത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് തോന്നുമ്പോ, പുരികം പ്ലക്ക് ചെയ്യാൻ മടിക്കാത്ത, ചുണ്ടിന് കളറ് കൂട്ടാൻ മടിക്കാത്ത, മുഖത്ത് ഫേഷ്യൽ ചെയ്യുവാൻ മടിക്കാത്ത, ആത്മീയ കൃപയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ പുറമോട് നീ എത്ര കൂട്ടി എന്ന് പറഞ്ഞാലോ നിനക്ക് മാർഗിടുന്നത് സഭയല്ല, നിനക്ക് മാർഗിടുന്നത് അഭിഷിക്തന്മാരല്ല. നിന്നെ നോക്കുന്ന ഒരു കണ്ണുണ്ട്. ഇന്ന് നീ എഴുന്നേക്ക. യേശുവിന്റെ നാമത്തില് ഇന്ന് ചില വെട്ടലുകള്, ചില കൊമ്പ് മുറിക്കലുകള് ഇതിനകത്ത് നടക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. പുറത്തെ സൗന്ദര്യം കൂട്ടുവാൻ, ലോക മനുഷ്യനെ ആകർഷിക്കുവാൻ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മടിയില്ല, കറപ്പഴുകുന്നതിന് മടിയില്ല, ഫേഷ്യൽ ചെയ്യുന്നതിന് മടിയില്ല. ഇന്ന് പകൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ കളറ് കണ്ടാണോ ദൈവം നിന്നെ ചൂസ് ചെയ്തത്? അല്ലെങ്കിൽ നിന്റെ കുടുംബ മഹിമ കണ്ടാണോ? ജാതി നോക്കാത്തവൻ, വർണ്ണം നോക്കാത്തവൻ, വർഗം നോക്കാത്തവൻ, പഠിപ്പ് നോക്കാത്തവൻ, നിറം നോക്കാത്തവൻ, നിന്റെ കയ്യിലുള്ളത് ഒന്നും നോക്കാത്തവൻ, സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവ് നിന്നെ അകത്ത് കണ്ടത് കൊണ്ട് ഇന്ന് പകൽ അവൻ നിന്നെ സ്നേഹിച്ചത്. ലോകത്തിന്റെ പിറകെ ഓടരുതേ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ലോക മനുഷ്യൻ പണം നോക്കി, ജാതി നോക്കി, നിറം നോക്കി, ക്വാളിഫിക്കേഷൻ നോക്കി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സമ്പത്ത് നോക്കി ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യുമ്പോ ഇന്ന് പകൽ നമ്മെ അതൊന്നും നോക്കിയല്ല ഉടയവൻ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും കനിവ് തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും ചെയ്യുന്ന ദൈവത്തിന്റെ നീതി എന്നെയും നിന്നെയും തേടി വന്നെങ്കിൽ, നിന്നെ ഉള്ളതുപോലെ സ്നേഹിച്ചെങ്കിൽ, നിന്റെ കുറവുകളോടുകൂടെ ചേർത്ത് വെച്ചെങ്കിൽ ഇന്ന് പകൽ അവനെ പ്രസാദിപ്പിക്കുക. നിന്റെ ഹൃദയം ഒരുക്ക. അവന്റെ വരവിൽ എടുക്കപ്പെടാത്തക്ക എന്തെങ്കിലും നിന്റെ അകത്തെ മനുഷ്യന് വേണ്ടി ചെയ്യ. ഇങ്ങനെ പുറമേ മനുഷ്യൻ സൗന്ദര്യം കൂട്ടുപോലും ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഹൃദയം തുറന്നാമേൻ പറയണം. പ്രൈസലോ. ഹൃദയം നിറഞ്ഞാമേൻ പറയണം. കർത്താവ് പറയുന്നു, നല്ല ഫലം കായ്ക്കേണ്ടതിന് വെട്ടും. പ്രൈസ് ഗോഡ്. സ്റ്റേജിൽ വരാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ എളുപ്പമാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ പ്രിയദാസി അനുഭവ സാക്ഷ്യത്തോടെ ഇവിടെ കയറി നിന്നു. എന്തു വേണ്ടി വില കൊടുത്തതിൻ്റെ പിന്നില് ഇന്ന് പകൽ നിങ്ങളും വില കൊടുക്കണം. നീ വില കൊടുക്കാൻ തയ്യാറായാൽ, മുഖത്ത് നോക്കി ചിലതിനോട് നോ പറയാൻ തയ്യാറായാൽ, വിട്ടതിനെ തിരിഞ്ഞു നോക്കാതെ അതിനെ പിറകോട്ട് വലിച്ചെറിഞ്ഞേച്ച് ഉടയവന്റെ മുഖത്ത് നോക്കി നീ ഇറങ്ങാൻ തയ്യാറായാൽ, വചനം പറയുന്നു, ഹാബെലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഹൃദയം ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വിവാഹ ശുശ്രൂഷയിൽ അഭിഷിക്തന്മാർ വായിക്കുന്നൊരു സങ്കീർത്തനമുണ്ട്. വായിക്കാം. 45-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളോട് വിളിച്ചു പറയുന്നു. 45-ാം സങ്കീർത്തനം 10-ാം വാക്യം. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആകർഷിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ വീണ് നമസ്കരിക്കുക. പ്രൈസ് ഗോഡ്. രാജാവ് നിന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം ഇഷ്ടപ്പെടണമെങ്കിൽ നീ ചിലതൊക്കെ മറന്നേ പറ്റുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഭയങ്കര പാടാ സഹോദരിമാർക്ക് മറക്കാൻ. ഇന്നും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും ഹല്ലേലൂയ മുഴുവൻ അവസാനിപ്പിക്കാൻ ഒറ്റ വാക്കു മതി, ഒറ്റ പ്രവൃത്തി മതി. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, സ്വർഗം നിന്റെ ഹൃദയം ഇഷ്ടപ്പെടണമെങ്കിൽ നീ
ചിലതൊക്കെ മറന്നേ പറ്റൂ, നീ ചിലതൊക്കെ എറിഞ്ഞേ പറ്റൂ, നീ ചിലതൊക്കെ മനഃപൂർവ്വം തകർത്ത് കളഞ്ഞേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ശ്രദ്ധയും നിന്റെ കണ്ണും നിന്റെ നോട്ടവും എപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. നമുക്കറിയാം ദൈവവചനത്തില് അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവെന്ന് അല്ലെങ്കിൽ ദൈവം നാമകരണം ചെയ്ത് ആ പദവി കൊടുത്ത് അബ്രഹാത്തിനെ ആക്കി വെച്ചുവെങ്കിൽ അബ്രഹാത്തെ വിളിച്ചു മാതിരിക്കുമ്പോ ഇതേ മാനദണ്ഡം അബ്രഹാത്തിനോട് പറയുകയോ, അബ്രഹാമേ, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ടു പുറപ്പെടണം. Praise the Lord. Hallelujah. ഇന്ന് ചിലർക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്ത് ജന്മത്തിൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വെല്ലോം നേടണോ, കളഞ്ഞേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ സ്ഥാനമില്ലാഞ്ഞിട്ടല്ല, മാനമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആരുമില്ലാഞ്ഞത് കൊണ്ട് അങ്ങേ ഒറ്റത്തെ പദവി വരെ എത്താവുന്ന കന്യാസ്ത്രീ പദവിയെ യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് അകത്ത് കത്തിയപ്പോൾ പുറം കാലം കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി നിന്നത് കൊണ്ട് ഇന്ന് പകൽ പ്രാഗൽഭ്യത്തോടെ സർവശക്തം നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തുവാനായിട്ടിടയായി. ദൈവം മറന്നു കളയുവാനും ഉപേക്ഷിച്ച് കളയുവാനും പറയുന്ന അല്ലെങ്കിൽ പിതൃ പാരമ്പര്യങ്ങളെ, വ്യവസ്ഥ തെറ്റിയ പാരമ്പര്യങ്ങളെ, ഉപദേശങ്ങളെ, ചടങ്ങുകളെ, ആചാരങ്ങളെ, ദൈവഹിതമല്ലാത്ത സകല പ്രവർത്തികളെയും നീ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് നിന്റെ കുടുംബത്തെ മാനിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വ്യവസ്ഥ തെറ്റിയ സകല പാരമ്പര്യങ്ങളെയും യേശുവിനും ദൈവവചനത്തിനും യോജിക്കാത്ത, നിരക്കാത്ത സകലതിനെയും മനഃപൂർവ്വം വലിച്ചെറിയണം. ഒരിക്കലും ജന്മത്തിൽ നിന്റെ ജഡം അതിന് അനുവദിക്കത്തില്ല. നീ ജഡത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയല്ല. ഇത് പൊടിയാ, ഇതിനെ പൊടിയിലേക്ക് ഇടണം. നിന്റെ അകത്തിരിക്കുന്നവൻ പൊങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ചിലതിനെ തകർത്തേ പറ്റത്തുള്ളൂ. ഇന്ന് ചില തകർക്കലുകൾ, ചില ഉടക്കലുകൾ, ചില വെട്ടലുകൾ, ചില വ്യക്തമായ തീരുമാനങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തു വരട്ടെ. നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയം ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി പവിത്രത ആഗ്രഹിക്കുന്ന ഒരു ഉടയവനുണ്ടെന്ന് മറന്നു പോകരുത്. 1 യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാലും. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യം. സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിനക്ക് എന്നേക്കും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ഉയർച്ച വറ്റിപ്പോകാത്തൊരു നന്മ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവം നിന്നെ മാനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ തലമുറകളെ ഉയർത്തണമെന്നൊരു വാഞ്ച നിന്റെ അകത്തുണ്ടോ? വചനം പറയുന്നു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതാ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാനല്ല, അല്ലെങ്കിൽ അനേകരെ മാറ്റി നിർത്തിയച്ച് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ശ്രേഷ്ഠന്മാർ അനേകർ വീണുപോയ സ്ഥാനത്ത് നിന്നേക്കാൾ പഠിപ്പുള്ളവരും അറിവുള്ളവരും 24 മണിക്കൂർ പള്ളിയിൽ കിടക്കുന്നവരെ വരെ മാറ്റി നിർത്തിയച്ച് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്നെ ദൈവം തിരഞ്ഞെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്നത് ലോകമയത്തോട് പോകാനല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത്. പല സഹോദരിമാരും ചോദിക്കുന്നൊരു ചോദ്യമാ, സിസ്റ്റേ, നാടോടുകുമ്പോൾ നടുവേ ഓടണ്ടേ? ഓടണം. നടുവോടി അവിടെ കിടക്കും, നിന്നെ പൊക്കാൻ ഒരുത്തനും വരത്തില്ല. നീ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, നീ അന്യഭാഷയെ പറയുന്നുണ്ടായിരിക്കാം, ഒരു പാറാത്തിന് പോലും വിടാതെ ആരാധനിക്കുമെന്ന് കൈകൊട്ടുന്നതായിരിക്കാം. നീ വ്യവസ്ഥക്കകത്തല്ലെങ്കിൽ ദുഷ്ടം നിന്നെ തകർത്തു കളയും. വേലിക്കെട്ടിനകത്ത് നിന്നോണം, വ്യവസ്ഥക്കകത്ത് നിന്നോണം, ഉപദേശത്തിനകത്ത് നിന്നോണം, പ്രമാണത്തിനകത്ത് നിന്നോണം. ലോകമയം ചേർക്കരുത്. ഓ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നൊരു വ്യക്തിയാ നീ എങ്കിൽ ഹല്ലേലൂയ, നീ നിൽക്കാൻ നോക്കണ്ട, ദൈവം നിന്നെ നിർത്തിക്കോളും, ദൈവം നിന്നെ ഉയർത്തിക്കോളും. പ്രമാണം പാലിക്കുന്നവനെ നിർത്താൻ ദൈവം വിശ്വസ്തനാ. മുമ്പവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവന് വേണ്ടുന്നത് കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഇന്ന് വരെയോ നീതിമാന്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നത് കാണുവാൻ ദൈവം അനുവദിച്ചിട്ടില്ലെങ്കിൽ അന്യായം ചെയ്തൊരു നന്മ നിനക്ക് വേണ്ട. ലോകമയത്തോട് ചേർന്ന് പോയൊരു നന്മ പദവി നിനക്ക് വേണ്ട. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തമായ തീരുമാനങ്ങൾ ഇന്ന് പകൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അകത്തേക്ക് കയറി വരുവാനായിട്ട് ഇടയാകണം. പ്രിയമുള്ളവരെ, മാർഗിട്ട് പോകാനല്ല ഇന്ന് പകൽ മീറ്റിംഗ് സ്വർഗം നമുക്ക് തന്നത്. തിരുത്തേണ്ടതിനെ തിരുത്തി, പണിയേണ്ടതിനെ പണിഞ്ഞ്, ഉടക്കേണ്ടതിനെ ഉടച്ച് ഇന്ന് പകൽ ഒരു പുതിയ വ്യക്തിയായി ഇതിനകത്തു പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് കണ്ടിട്ടുള്ളത് കൊണ്ട് എവിടെയോ കിടന്ന എന്നെ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഇടയായത്. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മെ ആകർഷിക്കണമെങ്കിൽ നാം ലോകത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ആമേൻ. ഇവിടെ നോക്കിക്കേ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ശലോമോൻ ഇഷ്ടപ്പെട്ട വിവരം ശലോമോൻ നേരെ പോയി ശൂലേംകാരത്തിയെ അറിയിക്കുകയല്ല, തന്റെ പരിവാരങ്ങളെ ഒക്കെ വിട്ടേച്ച് ശൂലേംകാരത്തിയുടെ അടുക്കൽ പോയി വിവരം ഹല്ലേലൂയ പരിവാരങ്ങൾ പറയുവാൻ ഇടയായപ്പോൾ ശൂലേംകാരത്തി ഒട്ടും സംശയിക്കാതെ, അപ്പനോടോ അമ്മയോടോ സഹോദരന്മാരോടോ ഒന്നും ചോദിക്കാതെ നേരെ വന്ന പരിവാരത്തോട്, ഹല്ലേലൂയ, നിങ്ങൾ എന്നാ പറയുന്നേ? എനിക്ക് മറ്റൊരുത്തനുമായി അല്ലെങ്കിൽ വേറൊരു ഇടയ ചെറുക്കനുമായി ഞാനൊരു ബന്ധത്തിലായിരിക്കുകയാ, അവനെ വിട്ടുകളയുവാൻ എനിക്ക് കഴിയത്തില്ല എന്ന് ഒരു ഭയവും കൂടാതെ മുഖത്ത് നോക്കി മറുപടി പറയുന്ന ഒരു ശൂലേംകാരത്തി ഇന്ന് പകൽ ദൈവവചനത്തിലുണ്ട്. മറന്നു പോകരുത്. നമുക്കൊരു പാഠമാക്കി, നമുക്കൊരു അനുഭവമാക്കി അവളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തരികയാണ്. ആമേൻ. ഹല്ലേലൂയ. പരിവാരങ്ങളൊക്കെ വന്ന് തൻ്റെ പെങ്ങളായ ശൂലേംകാരത്തിയെ രാജാവിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നിന്ന ഇടം പോലും മറന്ന് ശൂലേംകാരത്തിയുടെ സഹോദരന്മാരൊന്ന് ആനന്ദിക്കുവാനായിട്ടിടയായി. കാരണം ഒരുങ്ങി കെട്ടിവന്ന ഒരുത്തിക്കും കിട്ടാത്തൊരു ഭാഗ്യം ആരും ഇഷ്ടപ്പെടാതെ മാറ്റി നിർത്തിയ എൻ്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, നാളെ ശലോമോന്റെ അളിയന്മാരായി പേരെടുക്കാമല്ലോ എന്ന് ചിന്തിച്ച് പൊങ്ങച്ചവുമായി നിൽക്കുമ്പോഴാണ് ശൂലേംകാരത്തി ഒരു മടി കൂടാതെ, ഒരു ഭയം കൂടാതെ, ഒരു രക്തബന്ധങ്ങളോട് അനുവാദം ചോദിക്കാതെ അവ തന്റേതായ മറുപടി പറയേണ്ടവന്റെ മുഖത്ത് നോക്കി, ഓ യേശുവിന്റെ നാമത്തില് കൃപ, 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 യേശുവിന്റെ കൃപ. ഇന്ന് പകൽ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? എന്തിനാ സിസ്റ്റർ വീട്ടിൽ ഭയങ്കര തൻ്റെ ഇടമാ? പിള്ളാടിയൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പുല്ല് വരെ വാടിപ്പോകും. പ്രൈസലോ. ഇവിടെ നിന്ന് ആരാധിക്കാനും ഭയങ്കര താല്പര്യമാ. അയ്യോ, എത്ര മണിക്കൂർ വേണമെങ്കിൽ നിന്ന് അന്യഭാഷയും ഞങ്ങൾ പറയാം. പുറത്തോട്ടിറങ്ങിയാൽ ഈ തൻ്റെ ഇടം എത്ര പേർക്കുണ്ട്? ആമേൻ. ദൈവരാജ്യത്തിൽ നിൽക്കണമെങ്കിൽ തൻ്റെ ഇടം വേണം. പ്രൈസലോ. എവിടുന്നാ തൻ്റെ ഇടം? വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, ദൈവം തരും. ഈ ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ അവൻ നിന്നെ നിർത്തിക്കോളും. പറയേണ്ടതുപോലെ സ്വർഗം നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്ന്. പ്രൈസലോ. ഇവിടെ ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ സഭയിൽ ഒരിക്കലും ഒരു സഹോദരി വന്നേച്ച് വളരെ ശക്തമായിട്ട് വെള്ളിയാഴ്ച പ്രേരണ ആരാധിച്ചൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത കടയിലുള്ളൊരു സഹോദരൻ ഓടി വന്ന് ഒരു ശമ്മമ്മ എവിടെ പോയതാ? അയ്യോ, പെട്ടെന്ന് ഈ സഹോദരി വെപ്രാളപ്പെട, ഓ ഇല്ല അവിടെ വരെ പോയതാ. എവിടെ? അവിടെ. പ്രൈസലോ. നിന്റെ തൻ്റെ എവിടെ പോയി? അത് കേട്ട് നിന്നൊരു സഹോദരി എന്നോട് പറയും, എൻ്റെ ആൻറ്റി ചർച്ച് തിരിച്ചു വെച്ച് ആരാധിച്ച വ്യക്തിയാ.
മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന കണ്ട പെന്തിക്കോസുകാർ തോറ്റുപോകും. അതേ ആരാധന ആരാധിച്ചേച്ച് അങ്ങോട്ട് പോയി ഏതോ ഒരുത്തന്റെ മുമ്പിൽ എവിടെ പോയും ചോദിച്ചപ്പോൾ നട്ടലോട് നിന്നേച്ച് ദൈവത്തെ ആരാധിക്കാൻ പോയാന്ന് പറയാനുള്ള തൻ്റെ ഇടം നിനക്കില്ലെങ്കിൽ നീ എന്തിനാ ഇത് ചുമക്കുന്നേ? ഇതെന്തിനാ നീ കരത്തിലെടുക്കുന്നേ? എന്തിനാ സ്തോത്രം പറയുന്നേ? ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടത് നിനക്ക് വേണ്ടി മാത്രമല്ല, 10,000 നിന്റെ പിറകെ ദൈവം കണ്ടിട്ടുണ്ട്. നീ മുഖേന അവർ പുറത്തു വരുവാനായിട്ടിടയാകണം. Praise the Lord. Hallelujah. ഇവിടെ ശൂലേക്കാരത്തി തന്റെ യഥാർത്ഥ അവസ്ഥ പരിവാരങ്ങളോട് പറയുന്നത് കേട്ടിട്ട് തന്റെ സഹോദരന്മാർ അവളെ വെറുതെ വിട്ടില്ല. തന്റെ സഹോദരന്മാർ തന്നോട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നാം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. എന്നെ തുറിച്ചൊന്നും നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു. എന്റെ അമ്മയുടെ പുത്രന്മാർ വെറുതെക്കാരല്ല, എന്റെ സ്വന്തം ബ്രദേഴ്സ് എന്നോട് കോപിച്ചു. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. പ്രൈസ് ഗോഡ്. യഥാർത്ഥ അവസ്ഥ, യഥാർത്ഥ സത്യം നാം മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോ അത് അംഗീകരിക്കണം എന്നില്ല. ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വെളിപ്പാട് കിട്ടിയവനെ തകർക്കുവാൻ അവന്റെ രക്തബന്ധത്തിന് കഴിഞ്ഞില്ല. ഉലകത്തിൽ ഒരുത്തനും കഴിഞ്ഞില്ല. അവനെ എത്തിക്കേണ്ടിടത്ത് ദൈവം കൊണ്ടെത്തി മാനിച്ചെങ്കില് ഇതുമൊക്കെ ദൂത് വിളിച്ചു പറയുകയാ, നിനക്ക് കിട്ടിയ വെളിപ്പാട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലാലും വിളിച്ചറിയിക്കാന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്. യേശുവിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വചനത്തിൽ അവൾ വിളിച്ചു പറയുകയാ, എനിക്ക് ഇരുൾ നിറം പറ്റി, ഞാൻ വെയിൽ കൊണ്ട് കറുത്തു. അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു. എനിക്കൊരു മുന്തിരിത്തോട്ടമുണ്ട്, പക്ഷേ അത് നോക്കാൻ എന്നെ അനുവദിക്കാതെ അവരുടെ മുന്തിരിത്തോട്ടത്തിന് എന്നെ പിടിച്ച് കാവലാക്കുവാനായിട്ടിടയായി. നമുക്ക് വലിയൊരു ആഴം ഇതിനകത്തുണ്ട് കേട്ടോ. നിനക്ക് വെളിപ്പാട് തന്ന മറ്റുള്ളവന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിനക്ക് ദർശനം തന്നത്, നിനക്ക് കൃപ തന്നത്, നിന്നെ വീണ്ടെടുത്തത് മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനല്ല, തന്ന ദർശനത്തിനൊത്തവണ്ണം എഴുന്നേൽക്കാനാ, തന്ന വെളിപ്പാടിനൊത്തവണ്ണം എഴുന്നേറ്റാനാ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം വിളിച്ച വിളിക്കൊത്തവണ് പോരാടേണ്ടതിന് സ്വാതന്ത്ര്യമുള്ളൊരു സഭക്കകത്ത് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. Praise the Lord. Hallelujah. മറ്റുള്ളവരുടെ മുന്തിരിത്തോട്ടം നോക്കേണ്ടവരല്ല നിങ്ങൾ. ഹല്ലേലൂയ. സ്ത്രീയെ, ഭർത്താവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് കഴിയുമോ? നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ നിനക്ക് കഴിയുമോ? കഴിയുകയില്ല. രക്ഷ വ്യക്തിപരമാ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ പറക്കാൻ കഴിയുമോ? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമോ? അതിനുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ആ മുന്തിരിത്തോട്ടത്തെ നോക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അനേകർക്കൊരു സാക്ഷ്യപത്രമാക്കി നിന്നെ വായിക്കുവാൻ നീ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഇന്ന് വക ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ആത്മാവാലോചന വിളിച്ചു പറയുക. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 26 വർഷക്കാലം മറ്റുള്ളവരുടെ മുന്തിരിത്തോട്ടത്തിന് കാവലായി കിടന്ന എന്നെ സർവശക്തൻ കരുണ തോന്നി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാതലിക് സഭയില്, മലങ്കര കത്തോലിക്ക സഭയില് 8 വർഷം കന്യാസിയായി കന്യാസി പട്ടം കിട്ടി. അതിനകത്തൊരു ടീച്ചർ ഫീൽഡിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സിസ്റ്റർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ഒരു കൂട്ടത്തിന്റെ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥന, ഒരു കൂട്ടത്തിന്റെ കണ്ണുനീരോട് കൂടിയ നിലവിളി. വചനം പറയുന്നു, നീ എന്നോട് ചോദിക്ക്, നിന്റെ അപ്പം വെള്ളത്തിന്റെ മേൽ ഏറിയ കാലം കഴിഞ്ഞാലും അത് മടങ്ങി വരാതിരിക്കുകയില്ല. ഹല്ലേലൂയ. വിതക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. വളർത്തുന്നത് ദൈവമാ, കൊണ്ടുവരുന്നത് ദൈവമാ, കെട്ടുപൊട്ടിക്കുന്നത് ദൈവമാ, അന്ധകാരത്തെ അഴിക്കുന്നത് ദൈവമാ. നിന്നെ ഏൽപ്പിച്ചത് ചെയ്യ, ബാക്കിയുള്ളതിനെ ദൈവം കൊണ്ടുവരും. Praise God. Hallelujah. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയാ. പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ കത്തോലിക്ക മാതാപിതാക്കളിൽ നിന്ന് 4ാമത്തെ മകളായി ജനിക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകുവാനിടയായി. പ്രിയമുള്ളവരെ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. Praise God. എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ല, സന്തോഷമില്ല. എന്തെല്ലാം ഭക്ഷണം വെച്ചെന്ന് പറഞ്ഞാലും ഒരു നേരത്തെ ഭക്ഷണം സമാധാനത്തോടെ കഴിക്കുവാൻ കഴിയാത്ത ഒരു കുടുംബ അന്തരീക്ഷത്തിനകത്ത് നീറിപ്പുകഞ്ഞ് തല്ലിയും ചതച്ചും
വിറച്ച് തകർന്നും കിടന്ന ഞങ്ങളുടെ ജീവിതത്തോട് സർവശക്തന് കരുണ തോന്നുവാനിടയായി. പ്രിയമുള്ളവർ, എത്ര നഷ്ടമാണെങ്കിലും, എത്ര കണ്ണുനീരാണെങ്കിലും, എത്ര പ്രശ്നങ്ങളും അലച്ചിലുകളുമാണെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എൻ്റെ ഭവനത്തിനകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നതിനടുത്തല്ലയോ തിമോത്തിയോസേ, ഹല്ലേലൂയ, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കിലും അത് നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട് ഇവിടെ കൈവെക്കാൻ? ഹല്ലേലൂയ. വരും ദിനങ്ങളില്, വരും കാലങ്ങളില് അഭിഷിക്തന്മാർ വന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ നിന്റെ തലമുറ ആത്മാവിൽ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ അഭിഷിക്തന്മാർ പറയണം, യെസ്, ഞാനിത് പ്രതീക്ഷിച്ചു. നിന്റെ അമ്മ മോശക്കാരി അല്ലായിരുന്നു, നിന്റെ വലിയമ്മ മോശക്കാരി അല്ലായിരുന്നു. അവൾ വചനത്തിന് വേണ്ടി ജീവിതം കൊടുത്തവളാ, അവൾ കർത്താവിന് വേണ്ടി ഇറങ്ങി നിന്നവളാ, അവൾ ഭയം കൂടാതെ ലജ്ജ കൂടാതെ ഹല്ലേലൂയ അവൾ കർത്താവിന് വേണ്ടി പോരാടിയവളാ. അത് നിന്നിലുമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തില് ഇന്ന് പുതിയ വെളിപ്പാടിന് ഈ ജനം നിറയട്ടെ. നിന്റെ തലമുറയ്ക്ക് അത് വരണമെങ്കിൽ നീ നെടുമ്പാട് വീഴണം. പക്ഷേ പ്രശ്നമൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിള്ളേർ ദൈവകൃപയിലൊക്കെ ആണല്ലോ, അങ്ങനെ ഇത്രയും വീഴണോ? അയ്യോ, എത്രയോ തീരെ വീണാച്ചാ നമ്മൾ ഇവിടെ ഇരിക്കുന്നേ. ഇവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയും, അനേക ദൈവമക്കളുടെ കണ്ണുനീരാ ഇന്ന് പകലും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ മാതാവിൻ്റെ കണ്ണുനീർ പെന്തിക്കോസ് ഞങ്ങളെ അന്ന് കൊണ്ടുവന്നില്ലെങ്കിലും, ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് പകർന്നു തന്നില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. രാത്രി സന്ധ്യമണി അടിക്കുമ്പോൾ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് എൻ്റെ അമ്മയുടെ നിർബന്ധമായിരുന്നു. ബലകര കത്തോലിക്കരായി ഞങ്ങൾക്ക് വലിയ വിഗ്രഹങ്ങളില്ല, ഞങ്ങൾക്ക് കൊന്ത ചൊല്ലലില്ല. പ്രൈസ്, അതൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ കോൺവെൻറ്റിൽ പോയി പഠിക്കാത്ത വേറെ ഒരു പരിപാടിയില്ല. അവിടെ പോയി ഇതെല്ലാം പഠിക്കുവാനായിട്ടിടയായി. എന്നാൽ തിരി കത്തിച്ചു വെച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങളെ ദൈവവുമായി അടുപ്പിക്കുവാനിടയായി. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, അമ്മേ, ഈ കഷ്ടതയുടെ നടുവിലും ഈ പിതാവിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കാൻ കഴിയുന്നേ? ആ കിണറ്റിലെങ്ങാനും തള്ളിയിട്ട് ഞങ്ങളെ അങ്ങ് കൊല്ല്, ഞങ്ങൾ കൂടെ എന്തിനാ ഈ ഭാരം അനുഭവിക്കുന്നേ? പക്ഷെ പെറ്റതള്ളമാരോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, 4 പേരെ ഉണ്ടാക്കിയതല്ല, ദൈവം തന്നതാ. പ്രൈസലോ, ദൈവമാ തന്നതെങ്കിൽ അടുത്ത പടി ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇനി ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തെ വിട്ട് മറ്റൊരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല. പ്രൈസ് ലോർഡ്. എൻ്റെ അമ്മയുടെ ആഴമായ ദൈവസ്നേഹവും ദൈവബന്ധവും ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിപ്പാനിടയായി. എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നൊരു വക്കീലാവാൻ. പക്ഷെ എൻ്റെ വീട്ടുകാരത് എന്നെ വിടത്തില്ല. നേഴ്സാവാൻ ഇഷ്ടമായിരുന്നു. ചേച്ചി പറഞ്ഞിട്ട് ഞാനോ നേഴ്സായി കുളമായി, നീ ഇനി ആ പരിപാടിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അവൾ അതിനും എന്നെ വിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനവുമായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ആഴമായ വെളിപ്പാടായിരുന്നു, മകളെ, ജന്മം തന്ന അപ്പൻ തരാത്ത ജീവൻ, പ്രസവിച്ച് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന അമ്മയ്ക്ക് തരാൻ കഴിയാത്ത ജീവൻ, നിന്റെ ചേച്ചിക്കും 2 ചേട്ടന്മാർക്കും തരാൻ കഴിയാത്ത ജീവൻ നസ്രയനായ യേശുവെന്ന ഞാൻ നിനക്ക് വേണ്ടി നൽകിയത് കൊണ്ട് ഇന്ന് പകൽ നീ ജീവനോടിരിക്കുന്നത്. എത്ര പേർക്കത് മനസ്സിലായി? ഹല്ലേലൂയ. എനിക്കും നിനക്കും വേണ്ടി അപ്പൻ മരിക്കില്ല, അമ്മ മരിക്കില്ല, രക്തബന്ധങ്ങൾ മരിക്കില്ല. മഹാപാപിയായി എനിക്ക് വേണ്ടി 33.5 വയസ്സുള്ള ഒരു യൗവനക്കാരൻ ഞാൻ ജീവിക്കേണ്ടതിന് അവൻ മരിച്ചു എന്ന് കേട്ടപ്പോ ഞാൻ ഇപ്രകാരം ചോദിച്ചപ്പാ, മഹാപാപിയായി എനിക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തരുവാൻ നീ മനസ്സ് കാണിച്ചെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നതിൽ പരം മറ്റൊരു ജീവിതം എന്താ? പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു തീരുമാനമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഹല്ലേലൂയ വിളി എനിക്ക് വരുവാനിടയായി. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ദൈവത്തിന്റെ വേല ചെയ്യാൻ യുക്തമായ ഒരു വഴി അത് മാത്രം ആ കന്യാസിയായി തീരുക. അങ്ങനെയാണ് ഞാൻ 99 ട്രിവാൻഡ്രത്തുള്ള DM കോൺഗ്രിഗേഷനിൽ ഒരു കന്യാസിയാകാൻ കടന്നു. ആരും എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല, മക്കൾ ഒത്തിരി ഉള്ളത് കൊണ്ട് നേർച്ച നേർന്ന് വിട്ടതല്ല, കെട്ടിക്കാൻ പണമില്ലാത്തത് കൊണ്ട് പറഞ്ഞും വിട്ടതല്ല. അവരുടെ ആരുടെയും ഇഷ്ടം കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവവേല ചെയ്യുവാൻ ഞാൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു സന്യാസം എന്ന ജീവിതം.
4 വർഷക്കാലം അവിടെ പഠിച്ചു. അവിടുത്തെ പഠനങ്ങളും കാര്യങ്ങളും ബൈബിൾ പഠനങ്ങളോ വ്യവസ്ഥകളോ ഒന്നും അല്ലെങ്കിലും അവരുടെ പാരമ്പര്യങ്ങളും കൃത്യനിഷ്ഠകളെ അച്ചടക്കങ്ങൾ ഒതുക്കങ്ങൾ നമുക്കറിയാം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അച്ചടക്കവും ഒതുക്കവും കൃത്യനിഷ്ഠയൊക്കെ വേണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയുന്നത് ഒരു സ്കൂളാണ്, കന്യാസ്ത്രീമാരുടെ സ്കൂളിൽ പറഞ്ഞു വിടും അല്ലേ. മറ്റെങ്ങും വിടുന്നതിനേക്കാളും നമുക്കൊരു സംതൃപ്തി. അവർ മൂരാച്ചികളാന്ന് പറഞ്ഞാലും പ്രൈസലോ വളർത്തേണ്ട രീതിയിൽ വളർത്തുവാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അടിക്കേണ്ടിടത്ത് അടിക്കുവാൻ, ശാസിക്കേണ്ടിടത്ത് ശാസിക്കുവാൻ, തിരുത്തേണ്ടിടത്ത് തിരുത്തുവാൻ, പറയേണ്ടിടത്ത് പറഞ്ഞു കൊടുക്കുവാൻ ചില പാഠങ്ങൾ അവരെ നന്നായി സഭ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, 1-ാം വർഷം ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ പാദസ്വരം വരെ ഇട്ടാ കോൺവെന്റിൽ കടന്നു പോകുവാനായിട്ട് ഇടയാകുന്നത്. കാരണം വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ഊരിയച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആര് കന്യാസ്ത്രീയാവാൻ വരത്തില്ല, ഞങ്ങളുടെ മദർമാർക്കറിയാം. അതുകൊണ്ട് ഇതൊങ്ങോട്ട് ഇങ്ങനെ പോന്നോളാൻ പറയും. അവിടെ വന്ന് 1 വർഷം കഴിയുമ്പോൾ ഞങ്ങളോട് പറയും, മക്കളെ ഈ കമ്മലും മാലയും വളയും പാദസ്വരവും ഒന്നും നമുക്ക് യോജിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ വേറെ ആർക്കും അത് യോജിച്ചതാ. ഞങ്ങൾക്ക് എന്നാ മാത്രമേ പ്രത്യേകത. അയ്യോ നിങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടികളാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇവിടെ പറയാം, മക്കളെ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഇത് യോജിച്ചതല്ല. ദൈവവചനം മുഴുവൻ പഠിച്ചിരിക്കുന്ന നമുക്ക് കിട്ടാത്ത വെളിപ്പാട് അതുങ്ങൾക്കുണ്ട്. വചനത്തിന്റെ ABCD അറിയത്തില്ലെങ്കിലും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടത്തിനകത്തുനിന്ന് സർവശക്തൻ ഇതിനകത്ത് എന്നെ കൊണ്ടുവരുവാൻ ഇടയായതുകൊണ്ട് ഇന്ന് പകൽ അത് പറയാതെ പോകാൻ എനിക്ക് കഴിയത്തില്ല. മക്കളെ, ക്രിസ്തുവിന്റെ മണവാട്ടിയെ കണ്ടാൽ അറിയണം. പ്രൈസ് ഗോ. ഓർണമെന്റ്സ് മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളർ ഡ്രസ്സുകൾ, ചുരിദാറുകളൊക്കെ ധരിച്ച് ഞങ്ങളോട് പറഞ്ഞു, മക്കളെ കളർ ഡ്രസ്സുകൾ, ആഡംബര വേഷങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് യോജിച്ചതല്ല. ഇതും നമുക്ക് വേണ്ട. നമുക്ക് വെള്ള വസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ക്രീം ഈ വേഷത്തിലേക്ക് മാറാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ യൂണിഫോമുകൾ വൈറ്റ്, ഓഫ് വൈറ്റ് ഈ കളറിലേക്ക് വരുവാനായിട്ടിടയായി. 4-ാം വർഷമാണ് ഞങ്ങളുടെ പട്ടം. ഞങ്ങൾക്ക് വസ്ത്രം കിട്ടുന്നത്, അല്ലെങ്കിൽ വസ്ത്രം കിട്ടുന്നത് നല്ല ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ചടങ്ങുണ്ട്. ഇത്രയും മുടിയുള്ള ഞങ്ങളുടെ മുടിയൊക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. പ്രൈസ്. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയത്തില്ല. എന്ത് താലോലി ചോമനിച്ച് വളർത്തിക്കൊണ്ട് വരുന്നൊരു മുടിയാന്നറിയാമോ? ഞങ്ങൾ എല്ലാ വാച്ചിലും ഇങ്ങനെ മുറിച്ച് കളയുമെന്ന് നമുക്കറിയാം. എന്നാലും നമ്മുടെ വാച്ച് വരുമ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇത് മുറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മദറേ എന്തിനാ അത് ചെയ്യുന്നേ? ഏതായാലും നമ്മളൊരു വെയിൽ ധരിക്കുന്നുണ്ട്, അതിനടിയിൽ അത് കിടക്കില്ലേ, ആർക്കും ഒരു ശല്യമില്ല. പക്ഷേ ഞങ്ങളുടെ അധികാരികൾ പറഞ്ഞു തന്നൊരു പാഠമുണ്ട്. മക്കളെ, മുടി എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഉലകത്തിൽ ഒരുത്തനും ആകർഷിക്കുന്ന ഒന്നും ഒരു ക്രിസ്തുവിന്റെ മണവാട്ടിയിൽ കാണരുത്. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. അല്ലെങ്കിൽ ഉലകത്തിൽ ഒരുത്തനും ആകർഷിക്കുന്ന ഒന്നും ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട, അവൻ വിവാഹം നിശ്ചയം ചെയ്ത് മാറ്റിവെച്ചേക്കുന്ന നിന്നിൽ കാണുവാൻ പാടില്ല. ഇന്ന് പല എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? പ്രിയമുള്ളവരെ, തന്നെത്താൻ ഒരു കുഞ്ഞാട് പോലെ ഏൽപ്പിച്ചു കൊടുത്ത്, എൻ്റെ ഒഫീഷ്യൽ നെയിം മിനി വർഗീസ് എന്ന ഇല്ല ശൗല് പൗലോസ് ആയതുപോലെ ശൗലിൻ്റെ അകത്താ മാനസാന്തരം വന്നെങ്കിൽ ഞങ്ങളുടെ അകത്ത് വലിയ മാനസാന്തരം ഒന്നും വന്നില്ലെങ്കിലും അഞ്ജലി പോൾ എന്ന നാമം അവിടുന്ന് തരുന്നതാണ്. ആ നാമവും സ്വീകരിച്ച് കന്യാസ്ത്രീ പട്ടം കിട്ടി. അല്ലെങ്കിൽ ആദ്യമായി ഞാൻ പുറത്തിറങ്ങുമ്പോൾ 73 പുസ്തകമുള്ള അപ്പോക്രിഫ ബൈബിൾ എടുത്തുകൊണ്ട് അധികാരികളോട് ചോദിച്ചു, ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. അധികാരി അടിപിടി നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചേ ഇന്നൊന്നും സുവിശേഷ വേല ചെയ്യാൻ പോകണ്ട. സുവിശേഷ വേല ചെയ്യാൻ ഇഷ്ടം പോലെ പ്രായമുള്ള കന്യാസിമാർ നമ്മുടെ സഭയിലുണ്ട്. നിന്നെ ഒരു സ്കൂൾ ഏൽപ്പിക്കാൻ പോവുക, അത് നന്നായി കൊണ്ടുപോകാനുള്ള കഴിവ് നിനക്കുണ്ട്. 4 വർഷം കൊണ്ട് കഴിവ് പഠിച്ചു, കാര്യാദികൾ പഠിച്ചു, നമ്മെ എന്തിന് കൊള്ളാമെന്ന് അവർ പഠിപ്പിച്ചു. അവസാനം അവർ കൂട്ടി യോജിപ്പിച്ചു, ഇതാ നിന്നെ കുറിച്ചുള്ള ദൈവഹിതം. തീർന്നേ പരിപാടി. എൻ്റെ അധികാരികളൊരു പ്രകാരം ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് വന്നത് അധ്യാപികയാകാനല്ല, ഞാൻ ഇതിനകത്ത് വന്ന ഒരു സ്ഥാനത്തിനല്ല. ഞാൻ വന്നത് എനിക്ക് ഭവനങ്ങൾ കയറി ഇറങ്ങി യേശുവിനെ ഉയർത്തണം. എൻ്റെ മേലുള്ള വിളി അതാ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കൊച്ചേ നിന്റെ ആങ്ങളെ ഒരു അച്ഛനും നിന്റെ അമ്മയുടെ അനിയത്തിയുമുള്ളൊരു കന്യാസിയും ഈ സമൂഹത്തിൽ ഉള്ളത് നീ മറക്കരുത്. അടങ്ങി ഒതുങ്ങി നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ വലിയ പദവികൾ നിന്നെ തേടി വരുവാനായിട്ടിടയാകും. പ്രിയമുള്ളവരെ, ഏറെ ഭാരത്തോടെ എനിക്ക് ധിക്കരിക്കാൻ വ്യവസ്ഥയില്ല. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന 3 വ്രതമെടുത്ത് സൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ധിക്കരിക്കാൻ വ്യവസ്ഥയില്ല. അത് ആദ്യം പട്ടം കിട്ടിയ ശേഷം എൻ്റെ വീട്ടിൽ ഞാൻ കടന്നു പോകുവാനിടയായി. ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എൻ്റെ സഹോദരി എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിരിക്കുകയാ. പ്രൈസ്. സന്യാസ വേഷത്തിൽ ചെന്ന് സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് ഞാൻ കയറുമ്പോൾ എൻ്റെ സഹോദരി വീടിനകത്ത് നിന്ന് സ്തോത്രം പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് കയറ്റി. എത്ര പേർക്ക് മനസ്സിലായി? കത്തോലിക്കിന് സ്തോത്രം പറഞ്ഞ് വീട്ടിൽ കയറ്റത്തില്ല.
ഓർത്തഡോക്സുകാരും പറയുന്നില്ല, മർത്തോമക്കാരും പറഞ്ഞു, ബന്ധുക്കോസുകാർക്ക് വരെ ഇപ്പൊ ലജ്ജയാ സ്തോത്രം പറഞ്ഞ് വീട്ടിലോട്ട് കയറ്റാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ എന്റെ ചേച്ചി സ്തോത്രം പറഞ്ഞ് വീട്ടിൽ കയറ്റിയപ്പോ ഞാൻ അവളെ അടിമുടി നോക്കി, ദാ നിൽക്കുന്നൊരു ബന്ധുക്കോസുകാരി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എവിടെ തൊടാൻ വയ്യാത്തെ, ദൈവത്തിന് എവിടെ ചലിപ്പിക്കാൻ കഴിയാത്തെ, ദൈവത്തിന് എവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തെ, ദൈവത്തിന് എന്താ അസാധ്യം? ഇന്ന് വേഗം നീ റൂട്ട് വരച്ചു കൊടുക്കണ്ട, ഇന്ന് വേഗം നീ ടൈം ടേബിൾ നിരത്തണ്ട. എവിടെ തൊടണമെന്ന് നിന്റെ ദൈവത്തിനറിയാം. ആമേൻ. പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരി കഴുത്തേലും കാതയിലും ഇല്ലാതെ അസിലൊരു പെന്തിക്കോസ്തുകാരിയായി സ്തോത്രം പറഞ്ഞ് എന്നെ വീട്ടിനകത്തോട്ട് കയറ്റുമ്പോൾ ഞാൻ ചോദിച്ചു, എടി എന്താ നിനക്ക് പറ്റിയേ? ആരാ നിന്നെ ചതിച്ചേ? നമ്മൾ രണ്ടും ഈ വീട്ടിലുള്ളപ്പോൾ രാത്രി കമ്മൽ കഴുകാൻ സോപ്പ് വെള്ളത്തിലിട്ടാൽ ഞാൻ പിറ്റേ ദിവസമേ കഴുകി കാതയിലിടത്തുള്ളൂ. നീ ഓൺ ദ സ്പോട്ടിൽ കഴുകി കാതയിട്ടോ, നിനക്ക് ഇതില്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നേ? പ്രൈസലോ. മാതാവിനെ വിളിക്കാതെ, വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ, കുമ്പസാരിക്കാതെ നിനക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? ഞാൻ ചോദിച്ചു ഒറ്റ ചോദ്യങ്ങൾക്ക് കമാന്നൊരു മറുപടി എൻ്റെ സഹോദരി മിണ്ടിയില്ല. മൗനം അവളുടെ മുമ്പിൽ മറുപടിയായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പായിൽ മുട്ടുമടക്കുമ്പോൾ എൻ്റെ വീട്ടിലെ അംഗങ്ങൾ പറഞ്ഞു, മോള് പ്രാർത്ഥിക്കാൻ. അത് ഞാനാ എൻ്റെ വീട്ടിലെ ദൈവം. അപ്പോൾ കന്യാസി വേഷത്ത് നിൽക്കുന്ന എനിക്ക് സ്വർഗസ്ഥനായ പിതാവും അറിയാം, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെ അറിയാം, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും അറിയാം. ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തുടങ്ങിയതുമല്ല, എൻ്റെ നാവ് അവിടെ കെട്ടപ്പെടുവാനിടയായി. എനിക്കൊരു ശബ്ദം പോലും ബാക്കി ഹല്ലേലൂയ ചൊല്ലുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, എൻ്റെ സമയത്തിൻ്റെ പോക്ക് കണ്ട് എൻ്റെ സഹോദരങ്ങൾ ചുറ്റും നോക്കി. ഹല്ലേലൂയ. എൻ്റെ സഹോദരിയെ ഞാൻ കൈ കാണിച്ചു. ഇല്ല, വേഴാമ്പൽ വെള്ളത്തിന് കാത്തിരിക്കുന്ന പോലെ ഒരു ചാൻസ് എനിക്ക് താടി, സമയം കളയാതെ ഞാൻ പ്രാർത്ഥിക്കാമെന്നുള്ള ചിന്ത അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത് ഞാൻ നീ പ്രാർത്ഥിച്ചോളാൻ കൈ കാണിച്ചു. ഒരു സെക്കൻഡ് പോലും കളയാതെ ഹല്ലേലൂയ ഒറ്റ ശ്വാസത്തില് ആത്മാവിൽ നിറഞ്ഞൊരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി. നീ അധികം പ്രസംഗിക്കണ്ട, നീ അധികം പ്രാർത്ഥിക്കണ്ട, നിന്റെ ഒറ്റ വാക്ക് മതി ചില അന്ധകാരങ്ങളെ ഉടയ്ക്കുക, ചില താമ്രവാതിലുകളെ പൊളിക്കുക, ചില ഇരുമ്പോടാപ്പലുകളെ തകർക്കുക, അഴിയാത്ത ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയുക. നിന്റെ ഒറ്റ വാക്ക് മതി. കൃപ. Praise the Lord. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ നിരാശയും ഇവർ ശക്തമായി പ്രാർത്ഥിക്കുന്നത് കണ്ട അസൂയമുണ്ട്. ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ മുഴുവൻ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞതുമല്ല, എൻ്റെ നാവിൻ്റെ കെട്ടഴിയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനകത്തൊരു ആലോചനയുണ്ട്. ദൈവം ബന്ധിച്ച ബന്ധനമാ. അങ്ങനെ ബന്ധിക്കാൻ ആരും അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. തന്നതങ്ങ് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചോണം, തന്നതിനൊത്തോണം അങ്ങ് നിന്നോണം, തന്നതിനൊത്തോണം അങ്ങ് പ്രയോജനപ്പെട്ടോണം. ബന്ധിച്ചാൽ പിന്നെ അഴിക്കാൻ ഭയങ്കര പാടാ. എഴുന്നേക്കാൻ ദൈവം പറഞ്ഞാൽ എഴുന്നേറ്റോണം, കൊടുക്കാൻ ദൈവം പറഞ്ഞാൽ കൊടുത്തോണം, വാ തുറക്കാൻ ദൈവം പറഞ്ഞാൽ തുറന്നോണം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ എൻ്റെ ചേച്ചിയോട് ചോദിച്ചെടി, എന്നെ പോലെ ദാനമര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാഞ്ഞോണ്ടാണോ നീ 34 പ്രാവശ്യം നിന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ നീ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞത്? എൻ്റെ ചേച്ചി നിസ്സഹായതയോടെ സന്യാസ വേഷത്ത് നിൽക്കുന്ന എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, മോനെ, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചതിൽ 34 സ്തോത്രം ഹല്ലേലൂയ നീ എണ്ണി എഴുതിയെങ്കിൽ 1000-ൽ പരം സ്തോത്രം ഹല്ലേലൂയ പറയാതെ കിടമുറങ്ങാൻ പറ്റാത്തൊരു രാത്രി എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? എൻ്റെ അടുത്ത് ഒരു വചനം അവൾ വ്യാഖ്യാനിച്ചില്ല. അവളുടെ നീണ്ട 8 വർഷത്തെ കണ്ണുനീര് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ പുറത്തെടുക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകയാൽ എൻ്റെ കുടുംബത്തെ, എന്നെ ദൈവം പുറത്തെടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിങ്ങൾ എത്ര പേർ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേർ കന്യാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ഇറങ്ങി വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു മനസ്സ് എത്ര പേർക്കുണ്ട്? നീറും കലങ്ങിയും നുറുങ്ങിയും ഹല്ലേലൂയ ജീവിതം പോലും അവസാനിപ്പിച്ചാൽ എന്താ? ഹല്ലേലൂയ ഇറങ്ങി വന്നാൽ ആര് ഞങ്ങളെ സ്വീകരിക്കുമെന്ന് നെടുവീർപ്പിട്ട് കരയുന്ന അനേക സന്യാസ സമൂഹങ്ങളിൽ കിടക്കുമ്പോ നിന്റെ ആത്മാർത്ഥതയോടുകൂടിയ പ്രാർത്ഥന, നിന്റെ പായ്ക്കകത്ത് ചില വൈദികർ കയറി വരുവാ, നിന്റെ പായ്ക്കകത്ത് ചില കന്യാസിമാർ കയറി വരുവാ. നീ മുട്ടുമടക്കുന്നിടത്ത് ചില അഭിഷിക്തന്മാർ മുട്ടുമടക്കുവാൻ എന്റെ ദൈവം ഇടയാക്കും. Praise God. ഹല്ലേലൂയ.
ദൈവത്തിന്റെ വചനം നമ്മളെ ഇന്ന് പകൽ ഓർമ്മിപ്പിക്കുകയാ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുവാനിടയാകും. അല്ലെങ്കിൽ സാഹചര്യം നോക്കിയല്ല, അല്ലെങ്കിൽ മുമ്പിലുള്ള വിഷയങ്ങൾ നോക്കിയല്ല, നിനക്ക് തന്ന അധികാരത്തെ യേശുവിന്റെ നാമത്തിൽ നീ ഉപയോഗിക്കുവാൻ തയ്യാറാകണം. എടാ, ഇയാളോട് പറഞ്ഞാൽ എങ്ങനാ, ഇവളോട് പറഞ്ഞാൽ എങ്ങനാ, ഇറങ്ങുമോ? നീ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് തന്നത് നീ കൊടുക്ക്. ദിവസങ്ങൾ കഴിയും മുമ്പ് ഇത് മടങ്ങി വരും. എന്റെ ജീവിതത്തിന്റെ അനുഭവമാത്. 8 വർഷത്തെ എന്റെ സഹോദരിയുടെയും സഭയുടെയും പ്രാർത്ഥന എന്നെ പുറത്തെടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, അതിനകത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കാഞ്ഞത് കൊണ്ടല്ല, ഞാൻ ഇറങ്ങി 2006 കർത്താവ് എന്നെ പുറത്തേക്ക് വലിച്ചിറക്കുവാനായിട്ടിടയായി. അനേക പദ്ധതികൾ എഴുതിക്കൂട്ടി ഇറങ്ങി എന്റെ സകല പദ്ധതികളെയും ദൈവം പൊളിച്ചു. പ്രതീക്ഷിച്ചവർ മുഴുവൻ എന്നെ കൈവിട്ടു. എന്റെ മമ്മി മരിച്ചുപോയി, എന്റെ പപ്പ നാട്ടിലില്ല, എന്റെ സഹോദരങ്ങൾ ആരും നാട്ടിലില്ല. മുഴുവൻ വഴിയും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ദൈവ ഭവനത്തിനകത്ത് സർവശക്തൻ എന്നെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടിടയായി. അല്ലെങ്കിൽ ദൈവ മക്കളുടെ വീടിനകത്ത് തന്നെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഞാനൊരു കന്യാസിയാ, എനിക്കൊരു ജോലി കിട്ടും, ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ വീട്ടിൽ എന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, എന്നെ ഒരു ബന്ധുക്കോസുകാരിയാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, മോളെ ഞങ്ങൾ വലിയ ഓർത്തഡോക്സുകാരായിരുന്നു, ഞങ്ങളെ ആരും പിടിച്ചതിനകത്ത് കൊണ്ടുവന്നതല്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം തൊടുമ്പോ അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. അത് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചേറി വിടുവിക്ക വരെ ചെല്ലുന്നതാ. അതിന് മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. അതിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. പ്രിയമുള്ളവരെ, ആ ഭവനത്തിനകത്ത് വന്ന് എൻ്റെ സന്യാസവേഷമൊക്കെ ഞാൻ അഴിച്ചു വെച്ച് നിങ്ങളെപ്പോലൊരു ചുരിദാറിലേക്ക് ഒരു സാരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അസിലൊരു ബന്ധിക്കോസുകാരിയായി. ണം പണ്ട് ഓർണമെന്റ്സ് സാഗെല്ലാം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വന്ന ബന്ധിക്കോസുകാരിയായി നിൽക്കുന്ന എന്നെ കണ്ട് ബന്ധിക്കോസുകാരുടെ വീട്ടിൽ ഒരു കന്യാസി വന്നാൽ പിന്നെ എന്നായിരിക്കും തകൃതി. എല്ലാ ദൈവദാസന്മാരും കയറി വരാൻ തുടങ്ങി, സുവിശേഷങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. ഒരു കാത് കൊണ്ട് കേട്ട് ഒരു കാത് കൊണ്ട് കളയും. കത്തോലിക്ക സഭയാണ് ഏറ്റവും വലിയ സഭ, അതിനപ്പുറമായി മറ്റൊന്നുമില്ല. ഈ കൂട്ടരൊക്കെ അമ്മയില്ലാത്തവരും വിശുദ്ധന്മാരില്ലാത്ത കൂട്ടമാ, ഈ കൂട്ടത്തിൽ തല്ലിക്കൊന്നാലും പോകത്തില്ല എന്ന് പറഞ്ഞ് മല്ല് കെട്ടി വാതു പിടിച്ച് നിൽക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി, സിസ്റ്ററെ 10 കൽപ്പന സിസ്റ്ററിന് ബൈബിൾ തുറന്ന് വായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉൽപ്പത്തി തുറക്കണോ വെളിപ്പാട് തുറക്കണോ എന്നറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പ്രൈസലോ, 10 കൽപ്പന ബൈബിൾ എവിടെ കിടക്കുന്നു എന്നറിയാതെ എൻ്റെ തല അന്ന് പകൽ താഴുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഭാഗ്യാവസരങ്ങൾ, എൻ്റെ തലമുറയ്ക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യാവസരങ്ങൾ, എൻ്റെ കുഞ്ഞിന് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാത്തലിക്സായി ഞങ്ങളെ സംബന്ധിച്ച് ബൈബിൾ പള്ളിയിൽ കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ വീട്ടിൽ മനോഹരമായ ഷോർട്ട് കേസിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത് മാലയും ഇട്ട് തിരിയും കത്തിച്ച് അതിഭക്തികളുടെ ചുമ്മനവും കൊടുത്ത് അവിടെ വച്ചാൽ മതി. പള്ളിയിൽ കാണിക്കുന്നത് മുഴുവൻ ശരിയും, അല്ലെങ്കിൽ അവിടെ പട്ടക്കാരന്മാർ പറയുന്നത് പ്രമാണം പോലെ വിശ്വസിച്ച എൻ്റെ ഉള്ളത്തോട് 10 കൽപ്പന വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ തല അവിടെ താഴുവാനായിട്ടിടയായി. അല്ലെങ്കിൽ ദൈവദാസൻ മനസ്സിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അപ്പോക്രഫ ബൈബിള് തന്നെ തുറക്ക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്ക്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ബൈബിള് തുറന്ന് ഇത് വായിച്ച് കേൾപ്പിച്ചാലെങ്കിലും ഇതുങ്ങൾ ഇറങ്ങിപ്പോകുമല്ലോ, ഇനിയെങ്കിലും സ്വസ്ഥമായി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചു വരുമ്പോൾ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പ്രൈസ് ഗോഡ്. നിങ്ങളെ സംബന്ധിച്ചത് പുതിയ അനുഭവമല്ല. ഒരു കാതലിക് നന്നായി എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു കൽപ്പനയായത്. ഞങ്ങളെ പഠിപ്പിക്കുന്ന 10 കൽപ്പനയ്ക്കകത്ത് ഈ കൽപ്പനയില്ല. പിന്നെ എവിടെ ഇതിന് വ്യത്യാസം വന്നിരിക്കുന്നത്? ഞാൻ ബൈബിൾ തിരിച്ചു മറിച്ച് നോക്കി, ഇത് എൻ്റെ ബൈബിളാണോ അതോ നിങ്ങളുടെ ബൈബിളാണോ? സംഭവം നോക്കി മനസ്സിലായി, ഇത് ബൈബിളൊന്നും തെറ്റിട്ടില്ല, എൻ്റെ ബൈബിൾ തന്നെ. പഠിച്ചതിനകത്ത് വ്യത്യാസം വന്നിരിക്കുക. കാണാതെ പഠിച്ച 10 കൽപ്പന എഴുതി നോക്കിയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ 2-ാം കൽപ്പന അതിനകത്തില്ല. എവിടെ വ്യത്യാസം വന്നെന്നറിയാൻ വീണ്ടും ബൈബിൾ വായിച്ചപ്പോൾ സംഭവം പിടികിട്ടി. ഈ 2-ാം കൽപ്പന എടുത്തു മാറ്റിയിട്ട് അവസാനത്തെ കൽപ്പനയായ മോഹിക്കരുതെന്നുള്ള ഒരു കൽപ്പനയെ അവർ 2ആക്കുവാനായിട്ടിടയായി. ഒന്ന്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്നും മറ്റൊന്ന് അന്യന്റെ വസ്തുവിനെ ആഗ്രഹിക്കരുതെന്നും പറഞ്ഞ് അടിസ്ഥാനപരമായ കൽപ്പനയെ എടുത്തു മാറ്റി വെച്ചിട്ട് നിനക്ക് 10 കണ്ടാ പോരായോ, 10 ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്ന ഒരാത്മീയ അന്ധകാരത്തിൽ നിന്ന് സർവശക്തനായ കർത്താവ് എന്നെ എടുത്ത് വചനത്തിന്റെ വെളിപ്പാട് തന്ന് എന്റെ കണ്ണുകളെ തുറന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പോൾ ഭാഗ്യം തന്നതോർക്കുമ്പോൾ ഇന്ന് പകൽ അടങ്ങിയിരിക്കുവാൻ
കഴിയുമോ? പ്രിയമുള്ളവരെ, അതിന്റെ തലേ ദിവസം വരെയും മാതാവിന്റെ സ്റ്റാച്ചുവിനെ സാരി ഉടുപ്പിച്ചു വന്ന എന്നോട് ദൈവത്തിന്റെ വചനം ഇടപെടുകയാ. മീതെ സ്വർഗത്തിലുള്ള ഹല്ലേലൂയ ഭൂമിക്ക് മീതെ യാതൊന്നിന്റെയും രൂപങ്ങളോ ഒന്നും ഉണ്ടാക്കി ആരാധിക്കാൻ പാടില്ല. 3, 4 തലമുറ വരെ ആ പാപം ദൈവം കണക്കിടാതെ പോവുകയില്ല. എന്റെ ഉള്ളത്തോട് ദൈവത്തിന് വചനം ഇടപെട്ടു. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് ഞാൻ എൻ്റെ കർത്താവേ, ഞാൻ കൊണ്ടു നടക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഒത്തിരി മനുഷ്യ വ്യക്തികളുണ്ട്. ഇവർക്ക് അതീതമായ ഒരു സത്യവിശ്വാസം ഈ ബൈബിൾ ഉണ്ടെന്ന് നീ എന്നെ പഠിപ്പിച്ചാൽ ഇന്ന് ഞാൻ ചുമക്കുന്ന ഈ ജപമാല താഴെ വെച്ച് നിന്നെ ഞാൻ ചുമക്കാമെന്ന് ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്യുവാനിടയായി. പ്രിയമുള്ളവരെ, അത്രേ സമയത്തേക്ക് ഒത്തിരി വിഷയങ്ങൾ കടന്നു വരുവാനിടയായി. അതിൻ്റെ ഒക്കെ നടുവിലും സർവശക്തനായ കർത്താവ് എന്നെ നിർത്തി. ഞാൻ ദൈവത്തോട് ഒന്നാമതായി ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ, ഹല്ലേലൂയ, അമ്മയില്ലാതാണോ നീ ഉണ്ടായത്? പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ മാതാവിന് 8 വർഷം അടിമ വെച്ചൊരു വ്യക്തിയാണ്. മാതാവിന് അടിമ വെച്ചൊരു കന്യാസ്ത്രീയായിരുന്നു ഞാൻ വന്നത്. നിന്റെ വീട്ടുകാര് ദൈവദാസന്മാർ വന്നേച്ച് മാതാവിനോട് പ്രാർത്ഥിക്കരുത്, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കരുത്, അവിടെ മുട്ടുകുത്തരുത്, യേശു മാത്രമേ ദൈവമുള്ളൂ, യേശു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ, അവൻ മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വചനം എത്ര പറഞ്ഞാലും എൻ്റെ തലയെ കയറത്തില്ല. എനിക്ക് മാതാവാ വലിയത്. പ്രൈസ് ദി ലോർഡ്. അവസാനം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അമ്മയില്ലാതാണോ നീ ഉണ്ടായത്? കർത്താവ് പറഞ്ഞു, മോളെ, എൻ്റെ ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. ഞാൻ നിനക്ക് 2 വചനങ്ങളെ നൽകാം. കർത്താവ് എനിക്ക് 2 വചനങ്ങളെ നൽകി. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 18-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാ. രണ്ടാമതൊരു വാക്യം കർത്താവ് എനിക്ക് തരുന്നത് മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യം പറയുന്നു, അബ്രഹാമിന് ഈ കല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, പൊന്നുമോളെ, അമ്മയില്ലാതെ മക്കളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. കർത്താവിനുടെ ഒരു ആദത്തിന്റെയും ഹവ്വയുടെയും അമ്മ ആരാ? ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ പോലൊരു അമ്മ ആദത്തിനും ഹവ്വയ്ക്കുമില്ല. മാത്രമല്ല, ഹവ്വ എന്ന സ്ത്രീയുടെ ജനനം ഒരു സ്ത്രീയിൽ നിന്നല്ല, ആദം എന്ന പുരുഷനീന്നാ. പ്രൈസ് ഗോഡ്. നമ്മളോട് തന്നെ ചോദിച്ചാൽ അറിയാം, ഒരു സ്ത്രീ അമ്മയാകണമെങ്കിൽ പച്ച മലയാളം പറഞ്ഞാൽ അവൾ പ്രസവിക്കാൻ തയ്യാറാകണം. അവൾ പ്രസവിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഈ കുഞ്ഞാണ് അവളെ അമ്മ എന്ന പേരിന് അർഹയാക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അല്ലാതെ സ്വയം ഒരിക്കലും ഒരു സ്ത്രീ അമ്മയായി തീരുന്നില്ല. അവൾ അമ്മയാകണമെങ്കിൽ പ്രസവിച്ചൊരു കുഞ്ഞാണ് അവളെ അമ്മ എന്ന പേരിന് അർഹയാക്കി തീർക്കുന്നത്. 2018 വർഷങ്ങൾക്ക് മുൻപ് മറിയയുടെ മകനായി മണ്ണിൽ അവതരിച്ച യേശുവിന്റെ വാക്ക് തന്നെ നോക്കിയാൽ യേശു പറയുന്നു, എന്റെ ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം സന്തോഷിച്ചു, അവനത് കാണുകയും ആനന്ദിക്കുകയും ചെയ്തുവെന്ന് പറയുമ്പോൾ യഹൂദന്മാർ ഓടി വന്ന് പറഞ്ഞു, കൊള്ളാം, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രഹാത്തെ കണ്ടുവന്നോ? നീ പൊട്ടത്തരം പറയാതെന്നാ പറയുക. യേശു പറഞ്ഞടാ, പൊന്നു മോനെ, ഈ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ടടാ. എന്റെ ആരംഭം അമ്മ വന്ന ശേഷമല്ല. മിക്ക 5:2 പറയുന്നു, എന്റെ ആരംഭം പണ്ടേയുള്ളതും പുരാതനവും അത്രേ. Praise God. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. Praise the Lord. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വെളിപ്പാട് അകത്ത് കിട്ടിയപ്പോൾ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ ഒരുവനേ ഉള്ളൂ. തിമോത്തിയോസിനെ 2:5 പഠിപ്പിച്ചു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന ക്രിസ്തു യേശു തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, സക്രാരിക്കകത്താ ദൈവം ഇരിക്കുന്നേ, കുരിശടിക്കകത്താ ദൈവം ഇരിക്കുന്നേ, പള്ളിക്കകത്താ ദൈവം ഇരിക്കുന്നേ എന്ന് അനേക ജനങ്ങളെ പഠിപ്പിച്ച് അതിനു മുമ്പിൽ നേർച്ചയിടിപ്പിച്ച് അതിന് മുമ്പിൽ ഹല്ലേലൂയ മുട്ടുകുത്തിച്ച് അതിന് മുമ്പിൽ ഉരുളിച്ച് നടന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൽപ്പന എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം വിഗ്രഹമല്ല, ഞാൻ സേവിക്കുന്ന ദൈവം പള്ളിയിൽ ഇരിക്കുന്നവനല്ല, ഹല്ലേലൂയ, നാം ഉണ്ടാക്കുന്ന യാതൊന്നിലും ഇരിക്കുന്നവനല്ല. അപ്പോസ്തല പ്രവൃത്തി 17:24 പറയുന്നു, ലോകവും അതിലുള്ള മുഴുവൻ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് അവൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യൻ കൈപ്പണി കൊണ്ടുണ്ടാക്കുന്ന യാതൊന്നിലും ജീവനുള്ള എന്റെ ദൈവം വസിക്കത്തില്ല. പിന്നെ എവിടെയാ? കൊരിന്ത്യർ ലേഖനം വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എൻ്റെയും നിൻ്റെയും ഹൃദയമാണെന്ന് ദൈവവചനം എന്നെ പഠിപ്പിക്കാനിടയായി. വചനം പറയുന്നത് കർത്താവ് ആത്മാവാ, അവനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാ. പ്രൈസ് ഗോഡ്. മധ്യസ്ഥന്മാരുടെ വിഷയത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. രക്ഷയുടെ അനുഭവത്തിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നു. കാതലിക് പാരമ്പര്യത്തിൽ നസ്രാണി കുടുംബത്തിൽ ജനിച്ച അഞ്ജലിയെ, നിനക്കൊരു രക്ഷയുടെ ആവശ്യമുണ്ടോ? അപ്പസ്തോല പ്രവൃത്തി വിളിച്ചു പറയുന്നു, രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം തന്റെ സഭയോട് അവിടുന്ന് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാക്കുവാൻ അവൻ അധികാരം കൊടുത്തു. 13 പറയുന്നവർ രക്തത്തിൽ നിന്നല്ല, അവർ ജഡത്തിൽ നിന്നല്ല, അവർ പുരുഷന്റെ ഇഷ്ടത്താലല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിലാലും ജനിക്കുന്ന ഒരു വീണ്ടും ജനനം കർത്താവിന്റെ ജീവിതത്തിൽ തരുവാനിടയായി. പ്രിയമുള്ളവരെ, എൻ്റെ മമ്മി മരിച്ചിട്ട് 2-ാം വർഷത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, കല്ലറയിൽ തിരികെത്തിക്കുവാൻ, കല്ലറയിൽ ഒപ്പീസി ഒല്ലിക്കുവാൻ എൻ്റെ വീട്ടുകാരെല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിന്റെ ചേട്ടത്തിയോ ഇത് കളഞ്ഞേച്ചു പോയി, നീ എങ്കിലും വന്ന് 2 തിരി കത്തിക്ക്, ആ മാതാവിൻ്റെ ആത്മാവിനും നിത്യശാന്തി കിട്ടട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം ചിന്തിച്ച്, കർത്താവേ, പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഒരു ഗുണമുണ്ട്, കുഴിച്ചിടത്തേ ഉള്ളു, പിന്നെ തിരിഞ്ഞു പോലും നോക്കാൻ അനുവദിക്കത്തില്ല. ആ കൂട്ടത്തിൽ ഞാനും പോയാൽ എൻ്റെ അമ്മ വേദനിക്കുമല്ലോ. ഞാൻ എന്താ കർത്താവേ ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ചത് മുഴുവൻ ദൈവവചനത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ്റെയും വാക്ക് കോപ്പി അടിക്കുന്നതല്ല. കർത്താവിൻ്റെ വചനം എന്നെ സത്യം പഠിപ്പിച്ചു. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം കർത്താവ് എന്നോട് സംസാരിച്ചു. അവിടെ ഇപ്രകാരം പറയുന്നു, ജീവനോടിരിക്കുന്നവരോ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. അവരെ ഓർമ്മ വിട്ടുപോയല്ലോ, അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും മരിച്ചുപോയവർക്ക് ഇനി ഓഹരിയും ഇല്ല. Praise the Lord. Hallelujah. ഇത് പല ഭവനങ്ങളിലും പോയി സുവിശേഷം പറയുമ്പോൾ പലരും ദൈവവചനം കേൾക്കുമ്പോൾ, അയ്യോ, എന്നാലും ഞങ്ങളുടെ അമ്മച്ചിയുടെ കുടുംബക്കല്ലറ വിട്ടേച്ച് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഞങ്ങളുടെ എല്ലാം ശരിയാ, പക്ഷെ കല്ലറ വിട്ടേച്ച് ഞങ്ങൾ ഇറങ്ങത്തില്ല. എടാ, കല്ലറയിൽ പോയവൻ എവിടെ പോയെന്ന് നിനക്കറിയാമോ? പ്രൈസ് ഗോഡ്. വചനം പറയുന്നു, ഹല്ലേലൂയ, ആ മരിച്ചു പോയവരൊന്നും അറിയുന്നില്ല. അവർക്ക് ഓർക്കാനോ സ്നേഹം കാണിക്കാനോ ദേഷ്യം കാണിക്കുവാനോ കഴിയത്തില്ല. മാത്രമല്ല, സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും മരിച്ചു പോയവർക്ക് ഇനി ഓഹരി കൊടുക്കാൻ കഴിയത്തില്ലെന്ന്. ഞാൻ അപ്പുറത്തെ കടയിൽ പോയി 10 തിരി വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ മമ്മിയുടെ കല്ലറക്കൽ കത്തിച്ചാൽ ആ കടക്കാരന് 10 രൂപ കിട്ടുമെന്നുള്ളതല്ലാതെ എൻ്റെ അമ്മയുടെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ കത്തിക്കുന്ന 10 തിരി കൊണ്ട് കഴിയത്തില്ല. നീ ചൊല്ലിക്കുന്ന 100 രൂപയുടെ ഒപ്പീസ് കൊണ്ട് കഴിയത്തില്ല. കൊരിന്ത്യർ ലേഖനം വിളിച്ചു പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നന്നായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. Praise the Lord. അമ്മയ്ക്ക് പകരം മക്കൾ കണക്ക് കൊടുക്കേണ്ട, അഞ്ജലിക്ക് പകരം ജിജോ പാസ്റ്റർ കണക്ക് കൊടുക്കേണ്ട, അഞ്ജലിക്ക് പകരം അഞ്ജലി തന്നെ നയാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, മരിച്ചുപോയ ശേഷമല്ല നിത്യത ഉറപ്പാക്കേണ്ടേ, ജീവനോടിരിക്കുമ്പോൾ. വചനം ബോധപ്പെടുത്തുന്നത്, ക്രിസ്തുവിൽ ജനിച്ചാൽ നിനക്ക് ക്രിസ്തുവിൽ ജീവിക്കാം. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഭക്തനെ കുറിച്ച് പറയുന്നത്, അവൻ മരിക്കുകയില്ല, അവൻ മരണം കാണുകയില്ല. ദൈവവചനത്തിൻ്റെ ഇത്രയും ഉറപ്പും വെളിപ്പാടും എനിക്ക് കിട്ടിയാൽ പോരായോ? കല്ലറയെ തിരികെത്തിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മരിച്ചുപോയ ശേഷം ഹല്ലേലൂയ വലിയ ആണ്ട് നടത്താനും വലിയ ഊണ് കൊടുക്കാനും ഒക്കെ നടക്കുന്നവരെ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ജീവനോടിരിക്കുമ്പോൾ 10 രൂപയേ ഉള്ളെങ്കിലും കൊണ്ടുകൊടുത്ത് മാന്യമായി നോക്കി, ഹല്ലേലൂയ, മാന്യമായി മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. വചനം പറയുന്നു, നിനക്ക് നന്മ ഉണ്ടാകേണ്ടതിനും നിനക്ക് ദീർഘായുസ് വരേണ്ടതിനും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. Praise the Lord. ഹല്ലേലൂയ. അതിനപ്പുറം ചെയ്യുമ്പോൾ അത് പൈശാചികമാ, അത് അവൻ്റെ ആലോചനയാ. അതുകൊണ്ട് കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ജീവനോടിരിക്കുമ്പോൾ ഒരു നിത്യത ഇന്ന് പകൽ നീ ഉറപ്പാക്കിയാൽ, ഹല്ലേലൂയ, അവൻ്റെ കാഹള ശബ്ദത്തിൽ നിനക്ക് എടുക്കപ്പെടുവാൻ സ്വർഗം അവസരങ്ങളെ ഒരുക്കും. പ്രിയമുള്ളവരെ, രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഈ ചിന്തയിൽ നിന്ന് കർത്താവ്, ഈ ആചാരത്തിൽ നിന്ന് കർത്താവ് എന്നെ പുറത്തെടുത്തു. സ്നാനപ്പെടുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് ഹല്ലേലൂയ ഞാൻ ഇറങ്ങി വന്നിട്ട് 11 വർഷമായി. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പലരും എന്നോട് പറഞ്ഞു, മൂത്ത വിശ്വാസം 3 മാസത്തേക്കേ ഉള്ളൂ, കണ്ടു നോക്കിക്കോ, എവിടെ വരെ ചെല്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, മറ്റു പലതും കണ്ടിറങ്ങുന്നവന് 3 മാസം പോലും വേണ്ട, 3 ദിവസം കഴിയുമ്പോഴേ അവൻ തിരിച്ചു പോകാനിടയാകും. പ്രിയമുള്ളവരെ, കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ശോധന വന്നിട്ടുണ്ട്, വേദന വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ കർത്താവ് തകർത്തിട്ടില്ല.
സകല പ്രതിസന്ധിയുടെ നടുവിലും എന്നെ പിടിച്ചു നിർത്തിയൊരു ദൈവകരമുണ്ട്. കർത്താവിനെ പഠിപ്പിച്ചു ഹല്ലേലൂയ സ്നാനം എങ്ങനെയുള്ളതാ, കർത്താവിനെ പഠിപ്പിച്ചു വിശ്വസിച്ച സ്നാനമേൽക്കേണ്ടത്. അതിന് മാതൃക പെന്തിക്കോസ്തുകാരോ പാസ്റ്റർമാരോ അല്ല, അതിന് മാതൃക കർത്താവായ യേശു തമ്പുരാനാ. ഹല്ലേലൂയ 40 മൈൽ ദൂരം നടന്നു വന്ന് ഹല്ലേലൂയ യോർദാൻ നദിയിൽ സ്നാനപ്പെടുവാൻ കടന്നു വരുമ്പോൾ സ്നാപകൻ പറയുന്നു, നിന്നാ ഞാൻ സ്നാനമേൽപ്പാനിരിക്കെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകുന്നത് നമുക്ക് ഉചിതമത്രേ. പിതാവിൻ്റെ നീതിയുടെ കീഴിൽ നിന്ന് ഒരു പാപവും ചെയ്യാത്ത യേശു തമ്പുരാൻ എനിക്കും നിനക്കും ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ആ ക്രിയ ചെയ്തു കാണിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനേക്കാൾ വലിയ ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും സ്നാനപ്പെടേണ്ട. എന്തിനാ സ്നാനപ്പെടുന്നത്? പെന്തിക്കോസ്തുകാരോട് ചേരാനല്ല, സഭയോട് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനാ. വചനം പറയുന്നു, ക്രിസ്തുവിനോട് ചേരുന്നതാ സ്നാനം. അവിടെ മരണ അടക്ക ഉത്ഥാനത്തോട് പങ്കുചേരുന്നതാ സ്നാനം. ക്രിസ്തുവിനെ ധരിക്കുന്നതാ സ്നാനം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ ഒറ്റ വഴി, അത് സ്നാനം മാത്രമാണ്. 2006 ഒക്ടോബർ 10 ഇറങ്ങിയ ഞാൻ 2007 ജനുവരി മാസം 7-ാം തീയതി ഈ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ സർവശക്തന്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ ഒരുക്കുവാനിടയായി. എന്തെല്ലാം പ്രതിസന്ധികൾ മുമ്പിലുണ്ടായിരുന്നു, ആ പ്രതിസന്ധികളെ മുഴുവൻ ഒന്നൊന്നായി തകർത്ത് ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം സർവശക്തൻ നൽകുവാനിടയായി. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കത്തോലിക്ക സഭയിൽ നിന്ന് അച്ഛനെ അടിച്ചു മാറ്റിക്കൊണ്ടാണോ കന്യാസ്ത്രീ ഇന്ന് ഇറങ്ങിയതെന്ന്? പ്രൈസലോ, കന്യാസ്ത്രീ ഇറങ്ങുമ്പോൾ കൂടുതൽ അച്ഛനും ഉണ്ടാകുമെന്നാ നാട്ടുകാരുടെ ചിന്ത. എന്തോ പറയാനാ, അങ്ങനെയൊക്കെ പണ്ടായിപ്പോയി. പക്ഷെ അഞ്ജലി വന്നത് അച്ഛനെ അടിച്ചു മാറ്റിക്കൊണ്ടല്ല, ഞാൻ ഇറങ്ങി വന്ന് നിൽക്കുന്ന വീട്ടുകാരാണ് എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുവാനിടയായത്. കത്തോലിക്കത് 2000 വിശ്വാസത്തിൽ വന്ന ഏജിൽ പഠിച്ചൊരു പാസ്റ്ററുണ്ട്, ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് ആലോചിച്ച് കൊണ്ടുവരുവാനിടയായി. 11 വർഷമായി 10 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു മകൻ്റെ അച്ഛനായിട്ട് ഇന്ന് എന്നോടൊപ്പം ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്നെ നിന്ദിച്ചവർക്കോ എന്നെ പരിഹസിച്ചവരുടെ ഒക്കെ നടുവില് ഇന്നും തല ഉയർത്തി നിൽക്കത്തക്ക വണ്ണം ഈ ദൈവവചനം എടുത്തതിൻ്റെ പിന്നിലുള്ള നന്മയേ ഉള്ളൂ. ഈ കർത്താവ് തന്ന അനുഗ്രഹമേ ഉള്ളൂ. അവൻ തരാത്തതായിട്ടൊന്നുമില്ല. ഇന്ന് വരെയും അവൻ നിർത്തി. പ്രൈസലോ. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ശുലൈംകാറ്റിയുടെ സഹോദരന്മാർ കോപിച്ചു. പ്രിയമുള്ളവരെ, കൊല്ലുമെന്ന് പറഞ്ഞ സഹോദരന്മാരെ കുഞ്ഞാടുപോലെയാക്കി എൻ്റെ കുടുംബത്തിൽ ദൈവം കൊണ്ടുവന്നു. മഹാപ്രശ്നമായി നിന്ന എൻ്റെ പിതാവിനെ കുറിച്ച് ദൈവദാസന്മാർ ദൂത് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനത്തിന്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങലായിട്ട് നിന്റെ പിതാവിനെ ഈ ഭവനത്തിൽ കൊണ്ടുവരും. ഇന്ന് പകൽ അത് നിവൃത്തിയായിരിക്കും. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ പൊതി കെട്ടി ഞങ്ങൾക്ക് തന്നുവിടാൻ എൻ്റെ പിതാവിനെ ദൈവം ഒരുക്കി. ഞങ്ങളോടൊപ്പം ഇപ്പം വന്ന് ആരാധനയ്ക്ക് ഇരിക്കുവാൻ തക്കവണ്ണം എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരെയും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വല്ലതും അസാധ്യമാണോ? ഹല്ലേലൂയ. ഇന്ന് പകല് പ്രിയമുള്ളവർ, ഇവിടെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ ഓടിക്കടന്നു വരുവാൻ ആഗ്രഹിക്കുക. ശലോമോനോടുള്ള വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുന്ന ഒരു ശൂലേംകാരത്തിയെ ഇന്ന് പകൽ കാണുകയാ. ഇസ്രായേലിൽ ഒരു കന്യകയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ശലോമോന്റെ ഭാര്യയായിരിക്കുക എന്നുള്ള ചാൻസ്. പ്രൈസലോ. കാരണം അത്ര വലിയവനായിരുന്നു ഈ ശലോമോൻ എന്ന് പറയുന്നയാള്. ഈ ശലോമോന്റെ ജ്ഞാനവും സമ്പത്തും ഒക്കെ വെറുതെ പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 22-23 വാക്യം വായിക്കുമ്പോൾ അവന്റെ ഭക്ഷണമേശയെ കുറിച്ച് അവിടെ വിവരിക്കുവാനിടയാകുന്നു. വായിക്കാം. ശലോമോന്റെ നിത്യച്ചെലവ് ദിവസം ഒന്നിന് 30 പറ നേരിയ മാവും 60 പറ സാധാരണമാവും മാൻ ഇളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചിൽപ്പുറത്തെ 20 കാളയും 100 ആടും ആയിരുന്നു. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ സാക്ഷ്യത്തിലേക്ക് ഇങ്ങ് വന്നു. ശലോമോൻ ഇവിടെ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുകയാ ശൂലേംകാരത്തിയെ സ്വന്തമാക്കാനായിട്ട്. അവൻ ഇല്ലാത്ത വല്ലതും ഉണ്ടോ? ഒന്ന് വിവരിക്കുന്നു. ശലോമോന്റെ വിഭവസമൃദ്ധമായ മേശ. ഹല്ലേലൂയ. നോക്കിക്കേ, മട്ടന് മട്ടൻ, ചിക്കന് ചിക്കൻ, ബീഫിന് ബീഫ് വിരിച്ചൊരുക്കിയ മേശയുടെ മുമ്പിലേക്ക് ശൂലേംകാരത്തിക്ക് ക്ഷണം കിട്ടുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും മുഴുവൻ പൊട്ടിപ്പെണ്ണേ എവിടോ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞേച്ചിട്ട് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി കളയല്ലേ. മര്യാദക്ക് കൈ കഴിയേച്ച് കയറി ഇരുന്നാ മതി, പൊക്കോണോ അവന്റെ പിറകെ. വിരിച്ചൊരിക്ക മേശയുടെ മുമ്പിൽ ക്ഷണം കിട്ടിയ ഇല്ലേ ആർക്കെങ്കിലും പുളിക്കുമോ?
പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെയും നിന്നെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്രകാരം അത് ആഴമായിട്ട് ചിന്തിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ശലോമിയുടെ വീട്ടിൽ നാഴിയാരിയിട്ട് കഞ്ഞി വെച്ച് കഞ്ഞിവെള്ളം കുടിക്കാനുള്ള നിവർത്തിയില്ലെങ്കിൽ പോലും വിരിച്ചൊരുക്കിയ മേശയുടെ മുമ്പിലേക്ക് ക്ഷണം കിട്ടിയ ശൂലക്കാരത്തി അല്പം പോലും സമ്മതിക്കാതെ അതിനെ പുറം കാലുകൊണ്ട് ചവിട്ടിയച്ച് അവൾ ഇങ്ങോട്ട് മാറി നിൽക്കുവാനായിട്ടിടയായി. ഇന്ന് പകൽ എത്ര പേർക്ക് അതിന് കഴിയും? പട്ടിണിയാണെങ്കിലും പൈതാഹമാണെങ്കിലും ആരും സഹായിപ്പാനില്ലെങ്കിലും ഒരു കണ്ണിന് ദൈവം തോന്നിയില്ലെങ്കിലോ ഒരു കൈയും നിനക്ക് വേണ്ടി എഴുന്നേറ്റില്ലെങ്കിലോ ഒരു വാതിലും നിനക്ക് വേണ്ടി തുറന്നില്ലെങ്കിലോ ഇന്ന് പകൽ സഹായിപ്പോ ഒരു കരം സ്വർഗ്ഗത്തിൽ നിന്നുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. Praise the Lord. Hallelujah. വിഭവസമൃദ്ധമായ ഒരു മേശയുടെ മുഖം ഇന്ന് പകൽ നമ്മൾ കാണുവാനിടയായി. നമുക്ക് ആർക്കും ഇതുവരെ അങ്ങനെ ഒരു മേശയുടെ മുമ്പിൽ പോയിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ഗംഭീരമായ മേശയുടെ മുമ്പിൽ ക്ഷണം കിട്ടിയ ശൂലക്കാരത്തി അല്പം പോലും സംശയിക്കാതെ അതിൽ നിന്ന് മാറി നിന്ന്. പ്രിയമുള്ളവരെ, അവരുടെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 10:1 മുതലുള്ള വാക്യം. ശേബാരാജ്ഞി യഹോവയുടെ നാമം സംബന്ധിച്ച് ശലോമോനുള്ള കീർത്തി കേട്ടിട്ട് ശലോമോനോടുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു. അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടുകൂടെ യെരൂശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. അവളുടെ സകല ചോദ്യങ്ങൾ കാണാൻ മറുപടി പറഞ്ഞേ. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ മറുപടി പറഞ്ഞു. സമാധാനം പറയുവാൻ കഴിയാതെ ഒന്നും രാജാവിന് മറപ്പൊരുളായിരുന്നില്ല. നിർത്തണേ, രാജാവിന് മറപൊരുളായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഇന്നൊക്കെ ശലോമോന്റെ കാര്യം കേട്ടിട്ട് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബാധ കൂടിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നുണ്ടോ? തട്ടിയേക്കണം, ഉണരാൻ പറയണേ. ഉറങ്ങേണ്ട സമയമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, പ്രിയമുള്ളവരെ, ശലോമോന്റെ ജ്ഞാനം അവൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാതിരിക്കാൻ ശലോമോന് കഴിഞ്ഞില്ല. ചോദിച്ച സകല ചോദ്യങ്ങൾക്കും എണ്ണി ശലോമോൻ മറുപടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയത്തിൽ PhD എടുക്കണമെങ്കിൽ എന്നാ പാടാ. പ്രൈസ് ദി ലോർഡ്. എടുത്തിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ പിന്നിലെ എന്തും വേണ്ടി. ഹല്ലേലൂയ. സമയം, ആരോഗ്യം, കഴിവ് എല്ലാം നാം അതിന് വേണ്ടി കൊടുക്കണം. ഇന്ന് നമുക്കറിയാം ചില സ്കൂളുകളിലൊക്കെ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് അല്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ആൻസർ കൊടുക്കും 3-4 എണ്ണം. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കറക്കി കുത്തിയാൽ ഒന്നിൻ്റെ മുകളിൽ പോയി വീഴും. എഴുതി വെച്ചാൽ ചിലപ്പോൾ ശരിയുമായിരിക്കും. ഇന്ന് ചില പിള്ളേരുടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, പറയും സിസ്റ്റർ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശലോമോൻ ഒരു ക്ലൂവും ചോദിച്ചില്ല. എടി നീ ചോദിക്കും, ഞാൻ തരാം മറുപടി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉള്ളിക്കിടന്ന സകല ചോദ്യങ്ങൾക്കും ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാൻ ഒരു ശലോമോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജ്ഞാനമല്ലിത്. അവൻ്റെ അപ്പനും അമ്മയും കൊടുത്തതല്ല, തൻ്റെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം. അവൻ കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അവനെ നിറയ്ക്കുവാനായിട്ടിടയായി. ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തിൽ ഞെരുങ്ങുന്ന, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന, ഇന്ന മേഖലയിൽ നിൽക്കുവാൻ, ഇന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, ഇന്നത് നന്നായി കൊണ്ടുപോകുവാൻ എനിക്ക് കഴിവില്ലല്ലോ, എനിക്കറിവില്ലല്ലോ എന്ന് ഞെരുങ്ങുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അന്ന് മാത്രമല്ല ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹല്ലേലൂയ ഇടുക്കങ്ങളെ വിശാലമാക്കുവാൻ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിന്റെ ബലഹീനതയിൽ ഇറങ്ങി വരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മാറി ചോദിച്ച സകല ചോദ്യങ്ങൾക്കും സകല വിഷയങ്ങൾക്കും PhD എടുത്തൊരു ശലോമോനെ ശേബാരാജ്ഞിയുടെ മുമ്പിൽ ദൈവം വരച്ചു കാണിച്ചു. അതിന്റെ അടുത്ത വാക്യം വായിച്ചാട്ട്. ശേബാരാജ്ഞി ശലോമോന്റെ സകല ജ്ഞാനവും ഇവന്റെ സകല ജ്ഞാനവും അവൻ പണിത അരമനയും പണിത പണിയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി. കണ്ടിട്ട് അമ്പോന്ന് വിളിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ചിലരുടെ ആലയത്തിലുള്ള ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പറ്റിക്കുന്ന ചോദിക്കുന്നേ. യോ, ശലോമോന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഇവൻ എവിടുന്നാ വന്നേന്ന്. ശലോമോന്റെ ഭൃത്യന്മാരുടെ നടപ്പ് കണ്ടാൽ അറിയാം ഇവൻ ഏത് വീട്ടിൽ നിന്നാ തിന്നേന്ന്. പ്രൈസലോ മക്കളെ, ഇത് തിന്നേന്റെ കുടിച്ചതിന്റെ ബലമല്ല. നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഇന്ന് പകൽ നിന്റെ അകത്ത് വേണം. വല്ലതും കിട്ടുമോ എന്ന് പറഞ്ഞാൽ ആലയത്തിൽ വരേണ്ടത്. ഒരാഴ്ചക്കാലം മുഴുവൻ നിന്നെ നടത്തിയോ, നിന്നെ ക്ഷേമത്തോടെ നിർത്തിയോ, നിന്നെ പരിപാലിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാനോ ആലയത്തിനകത്ത് കടന്നു വരേണ്ടത്. പ്രൈസലോ. ഇന്നും പലർക്കും പലചരക്കടയിലെ കടം പോലാ. പ്രൈസലോ. കഥാവെ അരി ഇത്ര, പഞ്ചാര ഇത്ര, ഗോതമ്പ് ഇത്ര, മാവ് ഇത്ര. പ്രൈസലോ. ദൈവസന്നിധിയിൽ അങ്ങ് ലിസ്റ്റ് അവതരിപ്പിക്കുക. നാണമില്ലയോ നിനക്ക്? അല്ലെങ്കിൽ ജാതികളായി ഇങ്ങനെയൊക്കെ ചൊല്ലി ഭാരപ്പെടുന്നത്. നിനക്ക് വേണ്ടുന്നതൊക്കെ ഇന്ന് വരെ തന്ന് നിന്നെ നടത്തിയില്ലേ? വചനം വെറുതെ അല്ല പറയുന്നത്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമമായി ഈ പദവി വരെ നീ വരുമെന്ന് ഉദ്ദേശിച്ചതാണോ? ഇങ്ങനെ വന്നിരിക്കാമെന്ന് സ്വപ്നത്തിൽ കണ്ടതാണോ? ദൈവം ഇതുവരെ കൊണ്ടുവന്നില്ലേ? ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കിയില്ലേ? നിന്റെ തലമുറയെ എഴുന്നേൽപ്പിച്ചില്ലേ? നിന്റെ തല ഉയർത്തിയില്ലേ? നിന്നെ മാനിച്ചില്ലേ? ഓ, യേശുവിന്റെ നാമത്തില് അകത്തെ മനുഷ്യ ഇന്ന് പകൽ ബലപ്പെടട്ടെ. ദൈവം ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാലപാത്രം ഉയർത്തി യഹോവയുടെ ആലയത്തിൽ അവനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. അല്ലയോ, ഇവരുടെ ഇരിപ്പും ആലയത്തിലുള്ള എഴുന്നള്ളപ്പൊക്കെ കണ്ടുവച്ചിട്ട് അയ്യോന്ന് വിളിച്ചു പോയി. ആരാ? ഒരു സാധാരണക്കാരിയല്ല, അങ്ങേ അറ്റത്തുനിന്ന് വന്ന ശേബാരായി. പ്രൈസലോ. അല്ലേ, സകല പരിവാരങ്ങളുമായി വന്ന അല്ലേ, സകല ജ്ഞാനവും കേട്ട അവിടെ വായിന്ന് അമ്പോന്നുള്ള വിളി കേട്ടെന്ന്. ഇന്ന് പകൽ നിന്നെ കണ്ടും ചിലയ്യം വിളിക്കണം. നിന്റെ നടപ്പ് കണ്ട്, നിന്റെ നോട്ടം കണ്ട്, നിന്റെ ഉയർച്ച കണ്ട് ഇന്ന് പക ചില കെട്ടുകളൊക്കെ ഇതിനകത്ത് പൊട്ടുകയാ. നിന്റെ ഉയർത്തത്തില്ലെന്ന്, നിന്റെ തല ഉയർത്തത്തില്ലെന്ന്, നീ ഒരു പരിഹാസ വിഷയമാകുമെന്ന് വെല്ലുവിളിച്ച ശത്രു ഇന്ന് പക തകരുകയാ. ഇന്ന് പക നിന്റെ കാലുകളെ ഉറപ്പിക്കുന്ന, അവന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവനീതി ഇതിനകത്ത് ആടാപൊട്ടി ഒഴുകിയ പ്രാവീണ യേശുവിന്റെ നാമത്തില് എഴുന്നേൽക്കുന്നതിന് വാദിക്കുന്ന ശത്രുവിന്റെ ബലം തകരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തിയുടെ മകുടമായി ദേശങ്ങളിൽ എഴുന്നേൽക്കട്ടെ, ഗ്രൂപ്പുകളിൽ എഴുന്നേൽക്കട്ടെ, ശത്രുവിന്റെ നടുവിൽ വാടട്ടെ. നിന്നെ കെട്ടിവച്ചിരിക്കുന്ന, നിന്റെ ശരീരത്തെ രോഗം കൊണ്ട് കെട്ടിയാക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് തീയുടെ മുമ്പിൽ അഴിയുക. നീ പഴയ പോലെ എഴുന്നേൽക്കത്തില്ല, നീ പഴയ പോലെ വാതുറക്കത്തില്ല, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് വാദിക്കുന്ന ചില ശത്രു ഉണ്ടല്ലോ. ഇന്ന് മകൾ പരാജയപ്പെട്ട് ഓടുക. അവൻ ഒരു വഴിയായി വന്ന് ഇന്ന് മകൾ 7 വഴിയായി പോകുന്ന ഒരു കാഴ്ച ആത്മാവ് ഇന്ന് മകൾ കാണിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്നെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ജാതികളുടെ നടുവിൽ അവന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. വയ്യെന്നും പറഞ്ഞിരിക്കല്, ആവില്ലെന്നും പറഞ്ഞിരിക്കല്, കഴിവില്ലെന്ന് പറഞ്ഞ് കുനിഞ്ഞു പോകല്. കഴിവ് തരുന്നത് ദൈവമാ, നിർത്തുന്നത് ദൈവമാ. അല്ലാതെ നിന്നെ ഉപയോഗിക്കുന്നത് ദൈവമാ, നിന്നെ വാതുറപ്പിക്കുന്നത് ദൈവമാ. Yes,
Yes, yes, yes. നീ പുറത്തു വരും, നീ ഉയർച്ച പ്രാപിക്കും, നിന്റെ തലമുറ മടങ്ങി വരും, നിന്റെ കുടുംബം ഒന്നാകും, നിന്നെ തകർക്കുന്ന ശത്രു ഇന്ന് മകൾ പരാജയപ്പെടും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വൻ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഞാൻ കേൾക്കുകയല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണും, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണും. അത്ഭുതം ഞാൻ ദർശിക്കും, ഞാൻ ഒരു അത്ഭുത പ്രാപിച്ചാണ് വിശ്വാസത്തോടെ ഇന്ന് പ്രാപിക്കണ. Hallelujah, 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 hallelujah. ഇന്നുപോലെ എത്ര പേർക്ക് വിശ്വാസമാകുന്നുണ്ട് ഒരു അത്യന്ത ദൈവപ്രവർത്തിക്ക് വേണ്ടി? അല്ലാതെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കും. അല്ല, നിങ്ങളുടെ ഇടുക്കങ്ങളെ ദൈവം മാറ്റിക്കളയോ? അല്ല, നിങ്ങളുടെ അതിർവരമ്പുകളെ ദൈവം പൊട്ടിക്കോ? നിങ്ങളെ കടിയത്തിൽ നിന്ന് പണിയുടെ നടുവിൽ കഴിയുമ്പോൾ ദൈവം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കോ? നിങ്ങളെ കൊണ്ട് വൻ പ്രവർത്തികൾ ദേശാന്തരങ്ങളിൽ ദൈവം ചെയ്യിക്കോ? യൂറോപ്പിന്റെ ഉണർവിന് വേണ്ടി ഒരു ലുധിയാനെ എഴുന്നേൽപ്പിച്ചതുപോലെ ബാംഗ്ലൂരിന്റെ ഉണർവിന് വേണ്ടി ചില സഹോദരിമാരെ yes, yes, ഒരൊറ്റ മുതൽ ഇന്ന് വേളി അധികാരം കൈമാറുകയോ? ഈ അധികാരം കൈമാറുകയോ? അധികാരമുള്ള യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തില് പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ജ്ഞാനം സംബന്ധിച്ച് അങ്ങേയറ്റത്തു നിങ്ങേയറ്റത്തു വന്ന ശേബാരാജ്ഞിയെ കുറിച്ച് പറയാൻ ദൈവം മറന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 42-ാം വാക്യം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 42-ാം ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. തെക്കേ രാജ്ഞി എന്നാൽ ഇസ്രായേലിന്റെ തെക്കുള്ള ആഫ്രിക്കയിൽ നിന്നാണ് അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. അതുകൊണ്ട് അവളെ കുറിച്ച് പറയുകയാണ്, അവൾ ഭൂമിയുടെ എവിടെ നിന്ന് വന്നു? ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നല്ലോ. പ്രൈസലോ. ശേബാരാജ്ഞിയുടെ ദൂരം അളന്ന ദൈവം, അവിടെ ദൂരം വളർന്നെങ്കിൽ നിന്റെ ചുവട് ദൈവം അളക്കും. ഒന്ന് ആമേ പറയാമോ? ഈ അയൽപക്കത്ത് നിന്റെ മുഖം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സുവിശേഷമായിട്ട് തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്ന നീ കയറിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പ്രൈസലോ. പ്രിയമുള്ളവരെ, ഒരു ചെയർ എടുത്തിട്ടാൽ പ്രതിഫലമുണ്ട്. സുവിശേഷത്തിന്റെ ഒരു ലഘുലേഖ ഒരു ഭവനത്തിനകത്ത് കയറിക്കൊടുത്താൽ പ്രതിഫലമുണ്ട്. മീറ്റിംഗ് നടത്തിയാൽ, ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ, കൺവെൻഷൻ നടത്തിയാൽ തൊട്ടടുക്കൽ പോകാതെ ഇന്നും ഭവനത്തിനകത്ത് കുത്തിയിരുന്ന് നിന്റെ ജഡത്തെ നീ തൃപ്തിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയട്ടെ, നിന്നെ നന്നായി കാണുന്നൊരു ദൈവമുണ്ട്. നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്ന ചിലതിനെയൊക്കെ ഇന്ന് പകൽ ആത്മാവിൽ കൊയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുമെന്ന് ആലോചന വിളിച്ചു പറയുകയാ. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇപ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതി, ചന്ദ്രനിൽ പോകേണ്ട ദൂരം ഞാൻ സുവിശേഷത്തിനായി സഞ്ചരിച്ചു. ഇന്ന് നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട്, ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഭവനങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, നിങ്ങളുടെ പേരുകൾ പോസ്റ്റിൽ വന്നില്ലെങ്കിലും, നിങ്ങൾക്ക് സ്റ്റേജിൽ വന്നു നിൽക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചില്ലെങ്കിലും, ഞാൻ വിളിച്ചു പറയട്ടെ, ഉല്ലാസ പച്ചവെള്ളത്തിന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെങ്കിൽ ഇന്ന് ശേബാരാജ്ഞിയുടെ ദൂരമളന്ന് അവളെ മാനിച്ച ദൈവമുണ്ടെങ്കിൽ നിന്റെ ദൂരവും വളർന്ന് നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ മാത്രമല്ല, നിന്റെ തലമുറയെ വരെ വരും തലമുറ അപ്രാപ്തിയുമായി എഴുന്നേൽക്കട്ടെ. തലമുറയെ വരെ ദൈവം ഓർക്കത്തക്ക രീതിയിലുള്ള
ഒരു ജീവിതം ഇന്ന് വേഗം പുറത്തു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തന്നതിന് ഒത്തവണ്ണം ഓടണം കേട്ടോ. തന്ന അഭിഷേകത്തിന് ഒത്തവണ്ണം ഇറങ്ങി നിൽക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ വാ തുറന്നില്ലെങ്കിൽ അപ്പുറത്തുള്ളവനെ കൊണ്ട് വാ ദൈവം തുറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയും, കർത്താവേ, ഞങ്ങളെയൊക്കെ വിടുവിച്ച സ്ഥാനത്ത് വല്ല രാധാകൃഷ്ണനെയോ വല്ല ഗോപിയോ ഒക്കെ വിടുവിച്ചെങ്കിൽ അവൻ ഉലകം മുഴുവൻ നേടിയേനെ. പ്രൈസ് ദി ലോർഡ്. ഇന്നും വർഷം മുമ്പ് വരെയും വിടുവിച്ച് മരിച്ച കിടക്കയും എഴുന്നേൽപ്പിച്ച് തന്നെ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്നും വാ തുറക്കത്തില്ല. നാണക്കേടാ. പ്രൈസ് ദി ലോർഡ്. എന്തോ നാണക്കേട്. നിന്നെ വിടുവിപ്പാൻ കർത്താവ് ഇറങ്ങി വന്നതിന് നാണക്കേടില്ലായിരുന്നു അല്ലേ? അവൻ രഹസ്യത്തിൽ വന്നല്ല നിനക്ക് വേണ്ടി ജീവിതം തന്നത്. എനിക്കും നിനക്കും വേണ്ടി പരസ്യ കോലമായി തീർന്നെങ്കിൽ ഇന്ന് വക നിന്നെ നിർത്തിയിരിക്കുന്നത് അവന്റെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ടാ. അവന്റെ വചനം അനേക ഭവനങ്ങൾ കയറി ഇറങ്ങി പറയുവാൻ, അവന്റെ സാക്ഷ്യം ദേശാന്തരങ്ങൾ വിളംബരം ചെയ്യുവാൻ, അവന്റെ ചൂണ്ട് പലകകളായി ഇവിടെ ഇരിക്കുന്ന നീ ഞാനും എഴുന്നേൽക്കണമെന്ന് ആത്മാവ് ആലോചന വിളിച്ചു പറയുകയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ കാര്യത്തിൽ ആഗ്രഹിച്ചു വന്നൊരു വിവാഹാലോചന തട്ടിത്തെറിപ്പിച്ചു നിൽക്കുമ്പോൾ ഒരു തരത്തിലും ശൂലേം കാഴ്ത്തി വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജെറുസലേം പുത്രിമാർ വന്ന് ശൂലേം കാഴ്ത്തിയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യം. ഉത്തമഗീതം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി വായിക്കാം. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ആമേൻ. ഹല്ലേലൂയ. ഒരു തരത്തിലും എന്തെല്ലാം മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ടും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അവൾ അല്പം പോലും അടുത്തു വരുന്നില്ല. ഇതൊന്നും കൊണ്ട് യോജിക്കുന്നില്ല എന്ന് കണ്ടെന്ന് ജെറുസലേം പുത്രിമാർ ഓടി വന്ന് ചോദിക്കുന്നു, അല്ലയോ സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ. ഓ, ആ പേരൊക്കെ മാറി നിങ്ങളൊന്ന് ചിന്തിക്കേ. ഇന്നലെ വരെ ഇവള് കറുത്തവളായിരുന്നു. ഇന്നലെ വരെ ഇവളെ ആരിഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നോക്കി നടന്നതാ. ആർക്കും വേണ്ടാത്തൊരു മൂലയ്ക്ക് പോയിരുന്ന ഇവളെ ഹല്ലേലൂയ രാജാവ് ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ ഹല്ലേലൂയ വേഡ് കിങ്ങായി, ഹല്ലേലൂയ വേഡ് ക്യൂനായി മാറിയത് കണ്ടോ? പ്രിയമുള്ളവരെ, ഇഷ്ടപ്പെടേണ്ടവൻ ഇഷ്ടപ്പെട്ടാൽ നിന്നെ അറിയണം മുഴുവൻ അവൻ്റെ നാമമൂലം അറിയാനിടയാകും. എത്ര പേര് ഹല്ലേലൂയ ദൈവരാജ്യത്തിനകത്ത് വരുന്നതിന് മുമ്പ് നിന്നെ ആർക്കെങ്കിലും അറിയായിരുന്നോ? ആരെങ്കിലും നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴുത്തലും കാതലും ഒക്കെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞ് വേദപുസ്തകം കാലത്തിലെടുത്തപ്പോൾ നോക്കാത്ത പൂച്ച വരെ പിന്നെ നോക്കാൻ തുടങ്ങി. പ്രൈസലോ. നോക്കണം. നോക്കാനാ പറഞ്ഞത്. നിന്നെ കൊണ്ട് നട്ടത് ഏറ്റവും ഫലവത്തായ കുന്നില. നിന്നെ കൊണ്ട് കത്തിച്ചു വെച്ചത് പീഠത്തിന്മേലാ. 4 പേര് കാണാനാ നിന്നെ വെച്ചേക്കുന്നേ. 4 പേര് അറിയാനാ നിന്നെ ഞാൻ പുറത്തെടുത്തത്. 4 പേര് അറിയുമ്പോൾ അവന്റെ നാമം നീ മൂലം ദുഷിക്കപ്പെടരുത്. അവന് യോഗ്യമായ വേഷം ധരിക്കണം. അവന് യോഗ്യമായ മുഖമായിരിക്കണം. അവന് യോഗ്യമായ നടപ്പായിരിക്കണം. നിന്നെ കണ്ടാൽ ക്രിസ്തുവിനെ കണ്ടതുപോലെ ആയിരിക്കണം. ആമേൻ. ശൂലേം കാറ്റെടുക്കുന്നു. ഹല്ലേലൂയ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ ഈ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്നാ വിശേഷതയാ ഉള്ളത്? പ്രൈസ് ഗോ. വർഷങ്ങൾ കുറയായില്ലേ ഇറങ്ങി തിരിച്ചിട്ട് എന്നാ ഗുണം ഉണ്ടായിടി അവൻ്റെ കൂടെ പോയിട്ട്? ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാൻ വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആണ്ട് വിജയമേൻ്റിയൊക്കെ ഇവിടെ വന്നു നിന്ന് എത്ര രസമായിട്ടാണ് പ്രൈസ്, എത്ര കൃപയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വരുന്നവരൊക്കെ പെട്ടെന്ന് കർത്താവ് അനുഗ്രഹിക്കും. അത് ജാതികളിൽ നിന്ന് വന്നോണ്ടല്ല, പൊട്ടനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മളിത് കൈ കൊണ്ട് തന്നാൽ പോലും വിശ്വസിക്കത്തില്ല. പിന്നെയും നോക്കും, ആണോ അല്ലയോ, ആണോ അല്ലയോ. നിനക്ക് വേണേ സ്വീകരിച്ചാൽ മതി. പ്രൈസലോ. എൻ്റെയൊക്കെ നാട്ടിലെ പ്രൈസലോ, ഞാൻ കന്യാസ്ത്രീ പദവി വിട്ടിറങ്ങുന്ന സമയത്ത് എൻ്റെ നാട്ടുകാർ പറഞ്ഞു, അയ്യോ കൊട്ടാനും പാടാനും പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ അഞ്ജലി ഇറങ്ങി അവൾ എവിടെ വരെ എത്തേണ്ട ആളായിരുന്നു. പ്രൈസലോ. അവൾ മുടിഞ്ഞു പോയെന്ന് പറഞ്ഞതാ എൻ്റെ നാട്ടുകാർ മുഴുവൻ. പക്ഷെ ഇന്ന് എൻ്റെ നാട്ടിലോട്ട് വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നാട്ടുകാർ വലിയ ഭയഭക്തിയോടെ മാറി നിന്നേച്ച്, അയ്യോ ഇവൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ വീട്ടുകാർക്ക് ആർക്കും ചെല്ലാത്ത അങ്ങേയറ്റത്തെ അമേരിക്കയിൽ, അങ്ങേയറ്റത്തെ ഇസ്രായേലിൽ ഇവള് പോകാത്ത ദേശമില്ല. ഇവളെ ദൈവം മാനിച്ചു. പ്രൈസലോ.
ആരാ പറയിപ്പിച്ചേ? ദൈവനാമം അവിടെ എല്ലാം കൊണ്ടുവന്നെത്തിച്ചു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ഇവിടെ ശൂലേംകാരത്തിയോട് ചോദിക്കുന്നു, ശൂലേംകാരത്തിയെ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയാടി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടെ അവിടെ താണില്ല. തന്റെ ഇടത്തോടുകൂടെ 5-ാം അധ്യായം 10-ാം വാക്യം അവൾ വിളിച്ചു പറയുക. വായിച്ചോട്ടെ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൂലേംകാരത്തി പറയുക, എന്റെ ഇടയച്ചെറുക്കൻ അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാ. മാത്രമല്ല പ്രിയമുള്ളവരെ, 10,000 ശലോമോന്മാർ ഒരുമിച്ച് ഒരുങ്ങിക്കെട്ടി നിന്നാലും എന്റെ ഇടയച്ചെറുക്കന്റെ തേജസ്സിന്റെ അറ്റത്തു പിടിക്കുവാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയത്തില്ല. അവൻ പ്രത്യേകതയുള്ളവനാ, അവൻ വിശേഷതയുള്ളവനാ, അവൻ ജീവിതമുള്ളവനാ, അവൻ മാതൃകയുള്ളവനാ. ഓ, കൃപ, കൃപ. പ്രൈസ് ദി ലോർഡ്. ഈ വെണ്മയും ചുവപ്പുമുള്ള തേജസ്സിനെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യം. ഉടനെ ഞാൻ ആത്മവിശ്വനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മതി. ഇവിടെ പറയുന്നു, സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ വെണ്മയാണ്, പത്മരാഗം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. ശൂലേംകാരത്തിയും യോഹന്നാനും ക്രിസ്തുവിന്റെ സൗന്ദര്യം ഒരേ കാഴ്ചയിൽ തന്നെ കാണുകയാ. അവന്റെ സൗന്ദര്യം ഈ ഉലകത്തിൽ ആരോടും ഉപമിക്കാൻ കഴിയുകയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പലയിടങ്ങളിലും പോകുമ്പോൾ പല സഹോദരിമാരും പല അച്ചാര്യന്മാരും പറയൂ, ഈ സിസ്റ്ററിനെ കണ്ടിട്ട് എൻ്റെ അമ്മാച്ചൻ്റെ മോളെ പോലെ തന്നെ ഇരിക്കുന്നു. എന്നെ മാത്രം നിങ്ങളെ കാണുമ്പോൾ പലരും പറയത്തില്ല, യോ നമ്മുടെ കൊച്ചമ്മയുടെ മോളാണോ, നമ്മുടെ അമ്മാച്ചൻ്റെ മോനാണോ. പ്രൈസ് ലോർഡ് ഇങ്ങനെ പറയാറില്ലേ? അയ്യോ, ഇങ്ങനെ ഉപമിക്കാൻ എൻ്റെ ഇടയനെ കൊണ്ട് കഴിയത്തില്ലെന്ന്. ഉലകത്തിൽ ഒരുത്തനോടും സാദൃശ്യം ചൊല്ലുവാൻ, ഉലകത്തിൽ ഒരുത്തനോടും സാന്നിധ്യം പറയുവാൻ ഹല്ലേലൂയ ഇവനെ കഴിയാത്തത് കൊണ്ടാണ് അവന്റെ തേജസ്സിനെ, അവന്റെ രൂപത്തെ ഇവിടെ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും ഹല്ലേലൂയ വെൺകല്ലിനോടും ദൈവവചനം ഉപമിക്കുവാനായിട്ട് ഇടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ശൂലേംകാരത്തി പറയുക, ഇത്രയധികം തേജസ്സുള്ള, ഇത്രയധികം സൗന്ദര്യമുള്ള ഒരുവനും ഈ ഉലകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. 1000-10,000 അതിസുന്ദരൻ, ദൈവപുത്രനായി ജനിച്ച അതിസുന്ദരൻ, ഹല്ലേലൂയ, കന്യകയിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ച അതിസുന്ദരൻ, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച അതിസുന്ദരൻ, ജനനത്തിൽ നക്ഷത്രം വഴി കാണിച്ച് വിദ്വാൻമാരാൽ വണങ്ങപ്പെട്ട അതിസുന്ദരൻ, ബാല്യകാലത്ത് ദൈവകൃപയിൽ വളർന്ന അതിസുന്ദരൻ, രൂപാന്തരത്തിൽ ചന്ദ്രതുല്യനും സൂര്യനേക്കാൾ ശോഭയുള്ള അതിസുന്ദരനായ യേശു ക്രിസ്തു, രാജാവ് മുതൽ മുക്കുവർ വരെയുള്ള ഏവരും എഴുതത്തക്കവണ്ണം ശോഭയുള്ള അതിസുന്ദരൻ. തീർന്നില്ല മക്കളെ. ഗവർണർ പീലാത്തോസ് ഇവനെ സൗന്ദര്യം ദർശിച്ചു. കള്ളൻ സൗന്ദര്യത്തിൽ ലയിച്ച് പരദീസക്കർഹനായി തീർന്നു. ശതാധിപൻ സൗന്ദര്യത്തിൽ ലയിച്ച് യേശു സാക്ഷാൽ നീതിമാൻ എന്ന് പറഞ്ഞ് ഇവനാണ് എന്റെ കാന്തൻ. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേൽപ്പിൽ അതിസുന്ദരൻ, സ്വർഗാരോഹണത്തിൽ അതിസുന്ദരൻ, ഇനിയും സഭയ്ക്ക് മണവാളനായും ലോക ജനതയ്ക്ക് വിധികർത്താവായും വരുന്ന അതിസുന്ദരൻ. പ്രൈസ് ഗോഡ്. യോഹന്നാൻ പത്മോസിൽ ദർശിച്ച അതിസുന്ദരൻ. തീർന്നില്ല മക്കളെ. ശൂലേംകാരത്തി ലെബനോൻ വനത്തിൽ ദർശിച്ച അതിസുന്ദരനായ യേശുവിനെ കുറിച്ച്, ഇടയ ചെറുക്കനെ കുറിച്ച് ശൂലേംകാരത്തി പറയുകയാ, എൻ്റെ ഇടയ ചെറുക്കൻ്റെ സൗന്ദര്യത്തോട് തുലനം ചെയ്യുവാൻ, എൻ്റെ ഇടയ ചെറുക്കൻ്റെ ജീവിതത്തോട് തുലനം ചെയ്യുവാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയത്തില്ല. ഞാൻ സേവിക്കുന്ന ദൈവം സ്വഭാവമുള്ള ദൈവമാ. ഞാൻ സേവിക്കുന്ന ദൈവം സൗന്ദര്യമുള്ള ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. 10 തലയും 2 കൊമ്പുമുള്ള വിരൂപനായ ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. തേജസ്സിൽ വാസം ചെയ്യുന്ന, ഓ തേജസ്സിൽ വാസം ചെയ്യുന്ന, സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന മുഖശോഭയുള്ള, മാറത്ത് പങ്കച്ച കെട്ടിയ, ഓ വെള്ളോട് സദൃശ്യമായി കൈകാലുള്ള, കന്നി അഗ്നിജാലക്കുള്ള ഒരു ഉടയവനായി എനിക്കുള്ളത്. ഹല്ലേലൂയ.
ആ കർത്താവായ യേശുവിനെ കുറിച്ച് മത്തായി 12:42 പറയും, യേശു പറയുക, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ആമേൻ. പ്രിയമുള്ളവരെ, എൻ്റെ ദൂതിൻ്റെ അവസാനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അന്ന് വരെ ശലോമോനായിരുന്നു വലുത്. അന്ന് വരെ ശലോമോൻ പണിത ആലയമായിരുന്നു വലിയത്. പ്രിയമുള്ളവരെ, ശലോമോനേക്കാൾ ജ്ഞാനമുള്ളവൻ, ശലോമോനേക്കാൾ ദൂതന്മാരുള്ളവൻ, ശലോമോനേക്കാൾ സിംഹാസനമുള്ളവൻ, പ്രൈസലോ, ശലോമോനേക്കാൾ ഹല്ലേലൂയ സൗന്ദര്യമുള്ളവൻ ഇവിടെ പറയുന്നു. ഹല്ലേലൂയ, ശലോമോനേക്കാൾ എല്ലാം ഉള്ള യേശുവിനെ കുറിച്ച് പറയുക, ഇവിടെ ഇതാ ഹല്ലേലൂയ മരണം ഇല്ലാത്തവൻ. ശലോമോൻ വലിയ ദേവാലയം പണിതു. അന്ന് വരെ അവൻ പണിത ദേവാലയമായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ദേവാലയത്തെക്കാൾ വലിയവൻ, ഞാൻ ശബത്തിനേക്കാൾ വലിയവൻ. ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും വലുതെന്ന് പറയുന്ന സകലതിനേക്കാൾ വലിയതൊന്നുണ്ടെങ്കിൽ അതിൻ്റെ നസ്രനായ യേശു മാത്രമാ. അവനെ പ്രാണപ്രിയനാക്കുവാൻ, അവനെ രക്ഷകനാക്കുവാൻ, അവനെ ദൈവമാക്കുവാൻ എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പദവിയിൽ നിങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ മത്തായി സുവിശേഷം 6:29 വായിക്കുന്നു, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. പ്രൈസ് ഗോഡ്. യേശു ശലോമോന്റെ സർവമഹത്വം ഒരു കൈയിലും വയലിലെ ഒരു പുൽച്ചെടിയിലെ ഒരു കൈയിലും എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു, ഹല്ലേലൂയ, ഈ പുൽച്ചെടിയിൽ ഒന്നുപോലും ഹല്ലേലൂയ ശലോമോൻ വളർന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ശലോമോൻ എന്തിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത്? 1 2 1000 ഭാര്യമാരുണ്ടായിരുന്നവൻ, സമാധാന പൂർണ്ണൻ എന്ന് പേരെടുത്തവൻ, 3000 സദൃശ്യവാക്യങ്ങളും 1005 ഗീതങ്ങളും രചിപ്പിച്ചവൻ, കടൽ മാർഗവും കരമാർഗവും വ്യവസായം നടത്തിയവൻ, വീടിനകത്തെ സകല പാത്രവും പൊന്നും തങ്കവും കൊണ്ടുണ്ടാക്കിയവൻ. പ്രൈസ് ഗോഡ്. ശലോമോന്റെ സർവമഹത്വത്തെ ഒരു കയ്യിൽ, ഹല്ലേലൂയ, ഒരു പുൽച്ചെടി ഒരു കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പുല്ലിനൊന്നിനോളം ശലോമോനെ നീ ആയിട്ടില്ലടാ. പ്രൈസ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എല്ലാം ഉണ്ടായിട്ടും ഒരു രാത്രി പോലും ശലോമോന് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നൂൽക്കാത്ത കിളയ്ക്കാത്ത ഹല്ലേലൂയ അന്നുള്ളത് ദൈവം കൊണ്ടു കൊടുക്കുന്ന വയലിലെ താമരയെ ഉയർത്തിപ്പിടിച്ച് പറയുക, ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ എനിക്ക് മാനിക്കാൻ അറിയാമെങ്കിൽ അവനെ പറ്റിച്ചേർന്ന് യേശു മാത്രം മതിയെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച, നാട് വിട്ട് നാമതയ കൂട്ടം വിട്ട് ക്രിസ്തു മാത്രം മതിയെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച നിന്നെ മാനിച്ചില്ലെങ്കിൽ, നിന്റെ തലമുറയെ മാനിച്ചില്ലെങ്കിൽ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ പിന്നെ അറിയാ ദൈവം മാനിക്കുന്നത്. ഓ കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ പ്രിയമുള്ളവരെ, ശൂലേം കരുത്തി ശലോമോനെ പോലുള്ള വലിയ ഓഫറുകൾ ഒരിടയ ചെറുക്കൻ മുഖേന നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഇന്ന് പക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തെന്ത് ഓഫറുകൾ നിങ്ങളുടെ പിന്നാലെ ഓടി വരുന്നുണ്ട്? നീ ഓണമൊക്കെ വരിക, എന്ന ഓഫറുകൾ വേണം? പ്രൈസലോ. 1 വെച്ചാൽ 10, അല്ലെങ്കിൽ 10 വെച്ചാൽ 100 ഓഫറുകളുടെ പിന്നാലെ ഓടുന്നൊരു കാലമാണ്. അത് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഞാൻ പറഞ്ഞു. എന്തെല്ലാം വിഷയങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ അവസാനമായി ഹല്ലേലൂയ ഈ എല്ലാം അവളെ കാണിച്ചിട്ട് അവൾ വരാതിരിക്കുന്നതാണ്. അവസാനം ഹല്ലോട് പറയുന്നുണ്ട്, ഒരു തോട്ടമുണ്ട്, അത് നിനക്ക് ഞാൻ തരാം. ഒന്ന് വായിക്കാം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം തന്നെ, അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ശലോമോന് ബാൽഹാമേനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ബാൽഹെർമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അത് മുന്തിരിത്തോട്ടം മതി പ്രൈസ് ദി ലോർഡ്. ബാൽഹെർമോനിലെ മുന്തിരിത്തോട്ടം. ശലോമോൻ പോയി പറയുക, ശൂലേം കാരുത്തിയെ, എൻ്റെ 60 ഭാര്യമാർക്ക് ഞാൻ ഇത് കൊടുത്തിട്ടില്ല, നീ എൻ്റെ ഭാര്യയാകാൻ തയ്യാറാണെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. എടാ, എന്നാൽ 60 പേരും അനുഭവിക്കാത്ത ഈ നന്മ എന്നാൽ എനിക്ക് സ്വന്തമായിട്ടൊന്ന് അനുഭവിക്കണമെന്ന് ആ ചിന്ത അവിടെ അകത്ത് വന്നില്ല. അവള് പറഞ്ഞു, 60 പേർക്ക് ലഭിച്ചില്ലെങ്കിൽ 61-ാമത്തെ എനിക്കും അത് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിലുള്ളത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തെ അതിനെ പുറം തള്ളി വെച്ചിട്ട് അവൾ മാറി നിൽക്കുവാനായിട്ടിടയായി. ഇന്ന് പകൽ എനിക്ക് എൻ്റെ സഹോദരിമാരോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ ശൂലേം കരുത്തി ഇസ്രായേലിൻ്റെ രാജാവായി നിൽക്കുന്ന ഈ ശലോമോനെ വേണ്ടെന്ന് വിൽക്കുവാനായിട്ടിടയായി? ശലോമോന് ജ്ഞാനമില്ലായിരുന്നോ? ശലോമോന് സൗന്ദര്യമില്ലായിരുന്നോ? ശലോമോന് പദവിയില്ലായിരുന്നോ? സമ്പത്തില്ലായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും പ്രൈസ് ദി ലോർഡ് ശൂലേം കാഴ്ത്തി നോക്കിയപ്പോൾ അവൾക്ക് കാണാൻ പറ്റിയ ഒരു വെളിപ്പാട് അതിമഹത്തായ ഒരു വെളിപ്പാടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ചിന്തിച്ചു, കർത്താവേ ഹല്ലേലൂയ, ഈ ശലോമോനോട് പോയി മുടിയുന്നതിനേക്കാൾ നല്ലത് വേറെ എവിടെയെങ്കിലും പോയി ചാവുന്നതാ.
നിനക്ക് എന്നാ മനസ്സിലായി? എടാ, വ്യവസ്ഥ തെറ്റി ജീവിക്കുന്ന ഇവന്റെ കൂടെ പോയി ചാവുന്നതിനേക്കാൾ നല്ലത് വേറെ എവിടെയെങ്കിലും പോയി തീരുന്നതാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശലോമോൻ വ്യവസ്ഥ തെറ്റിയ വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അന്യജാതികളിൽ നിന്ന് ഭാര്യമാരെ എടുക്കരുതെന്ന് പറഞ്ഞു. അവൻ അന്യജാതികളിൽ നിന്ന് ഭാര്യമാരെ എടുത്തു. അവസാനം അവൻ്റെ ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രമല്ലായിരുന്നു. ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ കവരുവാനിടയായി. അവന് സകലതും നഷ്ടപ്പെട്ട് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ശലോമോനെ, നിനക്ക് എന്നാ ഉണ്ടായാൽ എന്താ? നിനക്ക് സമ്പത്തുണ്ടായാൽ എന്താ? നിനക്ക് ജ്ഞാനമുണ്ടായാൽ എന്താ? നിനക്ക് അറിവുണ്ടായാൽ എന്താ? ലോകം മുഴുവൻ നിന്റെ പേരിലായാൽ എന്താ? സമാധാന പൂർണ്ണന് നിനക്ക് പേരുണ്ടായാൽ എന്താ? വ്യവസ്ഥയില്ലാത്ത നിന്നോട് കൂടെ ചേർന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയി ചാവുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ എത്ര പേർക്ക് ഉത്തമമായ തീരുമാനം ദൈവത്തിൽ എടുക്കുവാൻ കഴിയും? ഓഫറുകളെ നോക്കി പോകരുത്. നന്മകളുടെ പിന്നാലെ ഓടരുത്. നിന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടാക്കി ഉത്തമമായ അപ്പസ്തോലികമാകുന്ന സഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ ഞാൻ ഇന്ന് പറയട്ടെ, വ്യവസ്ഥ തെറ്റിയവന്റെ കൂടെ നീ ചേർന്നാൽ നീ വ്യവസ്ഥ തെറ്റിയവളാവും. ഉപദേശമുള്ളവന്റെ കൂടെ ചേർന്ന് നിന്നാൽ നീ ഉപദേശമുള്ളവളാകും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവന്റെ കൂടെ ചേർന്ന് നിന്നാൽ നീ അഭിഷേകമുള്ളവളാകും. അനുസരണമുള്ളവന്റെ കൂടെ ചേർന്ന് നിന്നാൽ ആ അഭിഷേകം നിന്റെ അകത്തും വ്യാപരിക്കും. ഹല്ലേലൂയ. പ്രമാണമുള്ളവന്റെ കൂടെ നീ ചേർന്ന് നിന്നാൽ ആ പ്രമാണമുള്ള തലമുറയായി നീ നിന്റെ കുടുംബവും തീരുവാനായിട്ടിടയാകും. ഇന്ന് പകൽ നാം തീരുമാനിക്കണം, ഈ ലോകമാകുന്ന ശലോമോനെ നിനക്ക് വേണോ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്രാണപ്രിയനെ നിനക്ക് വേണോ? കർത്താവിൻ്റെ വരവ് ഏത് നിമിഷവും നടക്കാം. ഇനി ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ എന്നുമായിക്കൊള്ളട്ടെ. നിന്റെ അവസാനം ഇന്ന് രാത്രിയാണോ അടുത്ത നിമിഷമാണോ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. പറന്നു പോകാൻ നിനക്ക് കഴിയുമോ? നിന്റെ ഒട്ടിച്ചേരൽ ആരോടാ? നിന്റെ പറ്റിച്ചേരൽ ആരോടാ? പ്രിയമുള്ളവരെ, ചില നാളുകൾക്ക് മുൻപ് ഇസ്രായേൽ സന്ദർശിക്കുവാനിടയായപ്പോൾ അവിടെ ഹല്ലേലൂയ 10 കൽപ്പന കൊടുത്ത ഈജിപ്തില് സിനായ് മലയുടെ താഴ്വരയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു, ഇതിന് മറ്റൊരു പേര് പറയുവാനിടയാകും. കാതറിൻ സിറ്റി എന്ന പേര് ഇതിനുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിന് കാതറിൻ സിറ്റി എന്ന പേര് വരുവാനിടയായത്? അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇവിടെ സുവിശേഷം അറിയിച്ചത് മർക്കോസ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷം അറിയിക്കുന്ന സമയത്ത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു കാതറിൻ. അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി മാനസാന്തരം വന്ന് ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് രാജ്യത്തിലെ രാജാവിന് ഈ കാതറിനെ ഇഷ്ടമായി. അവളെ തന്റെ ഭാര്യയാക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു വിട്ട് ഹല്ലേലൂയ ഇവളെ ഭാര്യയാക്കുവാൻ ശ്രമിക്കുവാൻ അവൻ ആലോചന ചോദിക്കുമ്പോൾ, തല്ലിക്കൊന്നാലും നിന്റെ ഭാര്യയാകുവാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിയാ, ഞാൻ ദൈവമുള്ള വ്യക്തിയാ എന്ന് പറഞ്ഞ് അവൾ മാറി നിൽക്കുവാൻ ഇടയായപ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ കുതിരകളെ ഹല്ലേലൂയ ആ കൊണ്ടുപോകുന്ന ആ കയറില് ഹല്ലേലൂയ അതിനെ കെട്ടുന്ന ആ കാളയുടെ 2 കാലിലുമായി ഇവളുടെ 2 കാലുകളെയും ചേർത്ത് കെട്ടി ആ തെരുവിലൂടെ അവളെ വലിച്ചു കീറുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, അവളെ വലിച്ചു കീറി അവളുടെ ജീവിതം ആ തെരുവിൽ തീരുവാനായിട്ടിടയായി. ക്രിസ്തുവിന് വേണ്ടി മാറി നിന്നത് കൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി അവർ വേർപെട്ടത് കൊണ്ട് ആ ദേശം ഇന്ന് കാതറിൻ സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ഒന്ന് മാറി നിൽക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? വചനം പറയുന്ന ഇതാ, തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഒരു ശൂലക്കാരിയെ പോലെ മാറി നിൽക്കുവാൻ, വ്യവസ്ഥയോടുകൂടെ നിൽക്കുവാൻ, പ്രമാണത്തോടുകൂടി നിൽക്കുവാൻ, ജീവൻ പകണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി ജീവിതം കൊടുത്ത് ചിലരെ നേടിയെടുക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം അയക്കാൻ പോവുകയാ. വൻ പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ നിന്റെ തലമുറയെയും ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഒരു ജീവിതം കൊടുക്കുവാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് പകലും സർവശക്തൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തുവാനായിട്ടിടയായി. ബാംഗ്ലൂർ ദേശത്തിന്റെ നടുവില് എനിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു പാത്രത്തെ ദൈവം തിരയുകയാ. നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, മണ്ണെ പ്രതി നിന്നെ ഞാൻ വെടിയുകയില്ല. കർത്താവേ, ലോകമാലിന്യങ്ങൾ എനിക്ക് വേണ്ട, ലോകമോഹങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് ക്രിസ്തുവുള്ള ജീവിതം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതമുള്ളവനോട്, വ്യവസ്ഥയുള്ളവനോട്, അഭിഷേകമുള്ളവനോട്, സൗഖ്യമുള്ളവനോട്, അധികാരമുള്ളവനോട് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ ദൈവത്തെ ഒന്ന്
ആരാധിക്കാം. അവന്റെ അഭിഷേകമാണ് പൊട്ടി ഒഴുകുന്നത് പോലെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവൻ പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാ. നിങ്ങളെ അതിശക്തമായി ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട് എന്ന് ആത്മാവാലോചന വിളിച്ചു പറയുന്നു. യേശുവിനെ കാട്ടി പറഞ്ഞു, മക്കളെ നിങ്ങൾ പതറിപ്പോകരുത്. എനിക്ക് പതറിപ്പോകേണ്ട അനേക ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പതറിയില്ല. എന്റെ ഇടയന് വേണ്ടി ഞാൻ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ പതറിപ്പോകരുത്, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. യേശു പറഞ്ഞു, മക്കളെ നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. യെസ്, അവനെ പിൻപറ്റി വന്ന ഹല്ലേലൂയ ബാബസിനോട് ചേർന്ന് നിന്നൊരു രൂത്തിനെ ദൈവം മാനിച്ചതുപോലെ ഇന്ന് പകൽ അവനോട് ചേർന്ന് നിൽക്കുന്ന പ്രിയ സഹോദരിയെ, പ്രിയ കുടുംബമേ, പ്രിയ തലമുറയെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്നെ ഇന്ന് പകൽ ദൈവത്തിന് മാനിക്കാൻ പ്ലാനുണ്ടെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു. നമ്മൾ ഒരുമിച്ച് കരങ്ങളടിച്ച് ഇനി മകൾ ദൈവത്തെ ഒന്ന് ആരാധിക്കുകയാ. എൻ പ്രിയനെ സുന്ദര ആരെയും ഞാനുലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദര ആരെയും ഞാനുലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ച. ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ചാൽ. മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രകൃതര ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വേടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ നിന്നെ വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയും. വെള്ളത്തിൻ കുമിള പോലെ നിന്നെ വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയും. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതര ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം ഇടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര